എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മനോരമ ഹൊറൈസന്റെയും മനോരമ ഇയർ ബുക്കിന്റെയും പേരിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു ഞാൻ പറയും ഒരു അപൂർവ മാതൃകയാണ്. നമുക്കറിയാം 2024 UPSC സിവിൽ സർവീസ് റിസൾട്ട് വന്നിട്ട് ഒരു മാസം ആയി. പരീക്ഷയിൽ 45ാമത്തെ റാങ്ക് നേടിയ ശ്രീമതി മാളവിക ജി നായർ ആണ് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കറിയാം മാളവിക കൊച്ചിയിലെ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ് മേ ബി ഞാൻ പറയും ഒരു അസാധാരണമായ ആത്മവിശ്വാസവും ആത്മസംയമനവും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം മേ ബി നിങ്ങളിൽ കുറച്ചു പേരൊക്കെ ന്യൂസിലൊക്കെ ശ്രദ്ധിച്ചു കാണും. പ്രസവശേഷം വെറും 13 ദിവസത്തിനുള്ളിൽ തന്നെ UPSC മെയിൻസ് പരീക്ഷ എഴുതിയതിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി പോലും പറയുന്ന സ്ത്രീ ശക്തിയുടെ അതുല്യ ഉദാഹരണമായിട്ട് മാറി മാളവിക. സോ ഇന്ന് UPSC പരീക്ഷ ഞാൻ തന്നെ പല ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അൺപ്രഡിക്റ്റബിൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന പോലെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ ജീവിതത്തിലെ ഈ വലിയ ലക്ഷ്യം നോക്കി മുന്നേറുന്നവർക്കും മാളവിക ഒരു വലിയ ഒരു പ്രചോദനമാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകാനായിട്ട് മാളവിക നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യം തന്നെ മാളവികയ്ക്ക് ഞാൻ ഒരു ബിഗ് കൺഗ്രാജുലേഷൻ നൽകുന്നു. കാരണം മേ ബി ഒത്തിരി കൺഗ്രാജുലേഷൻ ആയെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു ബിഗ് കൺഗ്രാജുലേഷൻ നൽകുന്നു. സോ ബാക്കി എല്ലാവരെയും മാളവികനെയും ബാക്കി എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ഐ എം വെൽക്കമിങ് മാളവിക. താങ്ക് യു. നമസ്കാരം. സിവിൽ സർവീസ് പരീക്ഷയെ പറ്റി നമ്മൾ പലതരം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു 14 മണിക്കൂർ അല്ലെ 18 മണിക്കൂർ ഞാൻ പഠിക്കുമായിരുന്നു, 4 മണിക്കൂറേ ഞാൻ ഉറങ്ങുള്ളൂ, ഇങ്ങനത്തെ പഠിത്തമായിരുന്നു. അല്ലെങ്കിൽ നമ്മള് വളരെ സ്കൂൾ മുതൽ ഭയങ്കരമായിട്ട് ഇരുന്ന് പഠിക്കുന്നവരായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഞാൻ ഫസ്റ്റ് ആയിരുന്നു. ഞാൻ ഡൽഹി പോയി പഠിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ കോളേജിൽ നിന്നാണ് പഠിച്ചത്. IIT, IIM അങ്ങനെ വളരെ കൂടിയ കോളേജിൽ നിന്ന് പഠിച്ചു. ഇങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും സിവിൽ സർവീസ് കിട്ടുക. അല്ലെങ്കിൽ ഒരുപാട് നാളിരുന്ന് പഠിക്കുന്നവരോ, അല്ലെങ്കിൽ സ്കൂൾ മുതൽ പഠിക്കുന്നവരോ, കോളേജ് മുതൽ പഠിക്കുന്നവരോ, ഇപ്പൊ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, താമസിച്ചു പോയി, ഇങ്ങനത്തെ എത്ര നാള് പഠിക്കുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ പല ടൈപ്പായിട്ട് നമുക്ക് ഒരുപാട് മിഥ്യാധാരണകളുള്ള ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ്. ഈവൻ ഞാൻ പറയുന്ന ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയി ഈ ഇന്ത്യൻ സൊസൈറ്റിയിൽ സിവിൽ സർവീസ് പാസ്സാവുക എന്ന് പറയുന്നത് തന്നെ അതിനപ്പുറം ഒരു അച്ചീവ്മെന്റ് ഇല്ല എന്നൊക്കെ വളരെ നമുക്ക് ചിലപ്പോൾ ചിന്തകൾ വരാറുണ്ട്. അതുപോലത്തെ ഒരു ഒരു ഡിമീനർ ഉള്ള ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ്. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, ഓരോ കൊല്ലം മാറി മാറിയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇതൊക്കെ ശരിയാണോ, എന്താണ് സിവിൽ സർവീസ് പരീക്ഷ ആക്ച്വലി എന്ന് ഷെയർ ചെയ്യണം നിങ്ങളോട് എന്നാണ് ഇന്നത്തെ ഈ ടോക്കിലൂടെ ഞാൻ വിചാരിക്കുന്നത് മനസ്സിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഈ ടോക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഒരു കുറച്ച് ടൈം നമ്മൾ ക്വസ്റ്റ്യൻസിനും ഇന്ററാക്ഷനും വെച്ചിട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറച്ചു നേരം ഈ പരീക്ഷയിൽ എന്റെ ഒരു എക്സ്പീരിയൻസും എന്താണ് ഈ പരീക്ഷ എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ സ്ഥലം തിരുവല്ലയാണ്. ഞാൻ സ്കൂൾ പഠിച്ചതൊക്കെ ഇവിടെ തിരുവല്ലയിൽ തന്നെയാണ്. 10ഉം 11ഉം 12ഉം വരെ കേരളത്തിൽ പഠിച്ചതിന് ശേഷം ഞാൻ ബിറ്റ്സ്പിലായി ഗോവയില് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ആ ഗ്രാജുവേഷന് ശേഷം ഞാൻ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പം കോളേജ് വരെയൊന്നും ഞാൻ ഇതിനെപ്പറ്റി ഒട്ടും ആലോചിച്ചിട്ടില്ല. കോളേജിന് ശേഷം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തില് സിവിൽ സർവീസ് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. കൊച്ചിലെ മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതുവരെ പഠിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗ്രാജുവേഷന് ശേഷം സിവിൽ സർവീസിലേക്ക് എടുത്ത് ചാടുന്ന പ്രിപ്പറേഷൻ. ആദ്യം ഞാൻ 2 തവണയും എനിക്ക് പ്രിലിംസ് കയറാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 2019 പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എല്ലാം കിട്ടി. എനിക്ക് അന്ന് 118ാമത്തെ റാങ്ക് കിട്ടുന്നുണ്ടായിരുന്നു 2019. തുടർന്ന് ഞാൻ 2020 ഇന്ത്യൻ റവന്യൂ സർവീസ് ഇൻകം ടാക്സ്, അന്നത്തെ എന്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു. ഞാൻ IAS കഴിഞ്ഞിട്ട് ഇന്ത്യൻ റവന്യൂ സർവീസ് ആയിരുന്നു വെച്ചിരുന്നത്. അപ്പൊ ആ ഓപ്ഷൻ കിട്ടി. ഞാനിപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് ഇൻകം ടാക്സില്. ഇതിനുശേഷം ഞാൻ അറ്റംപ്റ്റ് എഴുതിയിരുന്നു ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക്. അതത്ര സക്സസ്ഫുൾ ആയില്ല, ഇന്റർവ്യൂ വരെ പോയുള്ളൂ. അതിനുശേഷം ഞാനും എന്റെ ഹസ്ബൻഡും ഒരു ആസ്പിറന്റ് ആയിരുന്നു. ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു തവണ ഒരുമിച്ച് പരീക്ഷ എഴുതാറുണ്ടായി. അന്ന് എന്റെ 5th അറ്റംപ്റ്റും ഹസ്ബൻഡിന്റെ 6th അറ്റംപ്റ്റും ആയിരുന്നു. ആ കൊല്ലം 2022 എനിക്ക് 172ാമത്തെ റാങ്ക് ആയിരുന്നു. അപ്പം ഞാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് മാറണം എന്നുള്ള രീതിയിലായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത്.
അപ്പോൾ അപ്പോൾ ആ റാങ്ക് കൺവേർഷൻ വന്നില്ല. സർവീസ് ഞാൻ ഇന്ത്യൻ റവന്യൂ സർവീസിൽ തന്നെ തുടർന്നു. അതിനുശേഷം 2023 ഞാൻ ജോലിയിലായിരുന്നു. പിന്നെ ആ കൊല്ലം ഞാൻ എഴുതിയില്ല, അപ്ലൈ ചെയ്തില്ല. എന്റെ ഏറ്റവും അവസാനത്തെ അറ്റംപ്റ്റ്, അതായത് 6ാമത്തെ അറ്റംപ്റ്റ്, ഇനി ഞാൻ എഴുതണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും എഴുതിയേക്കാം എന്ന് തീരുമാനിച്ചു. അതും എനിക്ക് പേഴ്സണലി കുറച്ച് സർക്കംസ്റ്റാൻസസ് ഇച്ചിരി ഡിഫറെന്റ് ആയിരുന്നു. അതായത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. എന്നാലും പരീക്ഷ എഴുതി തീർത്തേക്കാം, ഇപ്പൊ എഴുതിയില്ലെങ്കിൽ പിന്നെ എഴുതില്ല, ഒരു റിഗ്രറ്റ് വേണ്ട. അത് മാത്രമല്ല, എന്റെ ഹസ്ബൻഡ് ഒരു കാർഡേഡ് സർവീസിൽ, അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിലാണ്, IPSലാണ്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിലാണ്. ഇന്ത്യൻ റവന്യൂ സർവീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ പോസ്റ്റിംഗ് ഓൾ ഇന്ത്യ ലെവലാണ്. അപ്പൊ ഇങ്ങനെ തുടർന്ന് ഭാവിയിലേക്ക് ആലോചിച്ചപ്പം എഴുതാൻ ഇപ്പോഴേ ചാൻസ് ഉള്ളൂ, പിന്നെ ഇനി ട്രാൻസ്ഫർ ഒക്കെ വന്ന് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, ചാൻസ് ഉള്ളപ്പോൾ എഴുതിയേക്കാം എന്ന് ഓർത്ത് ഞാൻ അവസാനമായിട്ട് എഴുതിയ അറ്റംപ്റ്റ് ആണ്. 6th അറ്റംപ്റ്റിലാണ് എനിക്ക് ഈ 45ാമത്തെ റാങ്ക് കിട്ടുന്നത്. അപ്പം എന്റെ ഒരു ഈ എക്സ്പീരിയൻസ് കാരണം ഞാൻ സിവിൽ സർവീസ് ഈ പ്രിപ്പറേഷൻ മേഖല ഒരുപാട് ചേഞ്ചസ് ത്രൂ ഔട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ പറഞ്ഞത്. അതായത് പലതരം അസംഷൻസ് നമുക്കുള്ള ഒരു പരീക്ഷയാണ്. കാരണം ഒരു സോഷ്യൽ പ്രീമിയം ആണ് ഈ പരീക്ഷയിൽ. ഇത് പാസ്സായി കഴിഞ്ഞാൽ അമാനുഷികമായ ഒരു പരീക്ഷയാണ്, ഇത് പാസ്സാവുന്നവരും അമാനുഷികരായിരിക്കണം, ഇങ്ങനത്തെ തരം ഓരോ ചിന്തകള് ആൾക്കാർക്ക് ഈ പരീക്ഷയെ പറ്റി ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു പരീക്ഷ, ഒരുപാട് പരീക്ഷകളുണ്ട് ഈ ലോകത്ത്. അതുപോലെ മറ്റൊരു പരീക്ഷയാണിത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റിലേക്ക്, സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും ചില സർവീസുകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷ എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊന്നുമില്ല. അതാണ് അതിന്റെ ഫാക്ട്. ബാക്കിയെല്ലാം നമ്മൾ ഈ കൊടുക്കുന്ന ഡ്രാമയും ആ സോഷ്യൽ പരിവേഷണങ്ങളും ഒക്കെയാണ്. അത് നമുക്കറിയാം. നമ്മളിപ്പോ യൂട്യൂബിൽ നിങ്ങൾ എവിടെങ്കിലും, അല്ലെ ഗൂഗിളിൽ എവിടെങ്കിലും UPSC സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10,000-10,000 റീൽസ് ഇപ്പോൾ വരും. ഇങ്ങനത്തെ ചോദ്യമാണ് UPSC ഇന്റർവ്യൂന്ന് ചോദിക്കുക, അങ്ങനത്തെ ടെസ്റ്റിംഗ് ആണ് നടക്കുക, ഇതാണ് മാസ് എൻട്രി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇതൊക്കെ പുറത്തുള്ള കാര്യങ്ങളാണ്, ഇതൊന്നുമല്ല നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളത്. അപ്പൊ UPSC പ്രിപ്പറേഷന് നമ്മൾ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. എന്ത് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പം എന്റെ അനുഭവത്തിൽ ഈ കുറെ വർഷങ്ങളായി, ഒരു 7-8 വർഷം, ഇതിൽ നിന്ന് എനിക്ക് എന്ത് ക്ലാരിറ്റിയാണ് തരാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ പരീക്ഷയെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ അറിയായിരിക്കും ആൾക്കാർക്ക്. 3 സ്റ്റേജസ് ആണ് പരീക്ഷയിലുള്ളത്. അതായത് നമ്മൾ ആദ്യം ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അതിൽ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്, രാവിലെ 2 മണിക്കൂർ. അത് വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ആണ് കവർ ചെയ്യുക. ഉച്ചയ്ക്ക് ഒരു CSAT എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, അത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആണ് ടെസ്റ്റ് ചെയ്യുക. ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയിൽ 1/3 മാർക്ക് നമുക്ക് കിട്ടണം. അതായത് ടോട്ടലിൽ 66.66 ആ പെർസെന്റേജ് കട്ട് ഓഫ് കടന്നാൽ മാത്രമേ നമ്മളുടെ ആദ്യത്തെ പരീക്ഷ അവർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് ആ പരീക്ഷയിൽ എത്ര മാർക്ക് വരുന്നുണ്ടോ അതിനനുസരിച്ച് ഒരു എത്ര പെർസെന്റേജ് ആൾക്കാരെ മെയിൻസ് എഴുതാൻ പാടുള്ളൂ, അതിനനുസരിച്ച് അവർ കട്ട് ഓഫ് തരും. അപ്പം ഇതാണ് ഫസ്റ്റ് കടമ്പ, ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ. അതിന് പ്രത്യേകിച്ച് ഒരു സിലബസ് ഒന്നും UPSC പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്നായിരിക്കണം നമുക്ക് ഈ UPSC കേട്ടിട്ടുള്ള നമ്മൾ അടുത്തൊരു മിത്താണ്, സൂര്യന്റെ താഴെയുള്ള എന്തും ചോദിക്കാം. ഞാൻ ഓർക്കുന്നു, ഞാൻ എഴുതിയ ഏതോ ഒരു പരീക്ഷയിൽ കിറ്റ് കാറ്റ് റാപ്പറിന്റെ പുറകിലുണ്ടായിരുന്നു ആ ഫാക്ട്. UPSC അവിടുന്ന് ചോദിച്ചു, UPSC അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് അത്ര പ്രെഡിക്റ്റബിൾ അല്ല ഈ പറഞ്ഞ പ്രിലിമിനറി എക്സാമിനേഷൻ. അതിനപ്പം എന്താണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒരു സ്റ്റാറ്റിക് പാർട്ട് ഉണ്ട്, അതായത് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക്സ്, പോളിറ്റി, ഈ കുറെ സബ്ജക്ട്സ് ഉണ്ട്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഉള്ള കുറെ സംഭവങ്ങളാണ്. അത് ഡൈനാമിക് ആയിട്ട് ആ കാര്യങ്ങളല്ല. പിന്നെയാണ് നമ്മൾ ഈ ഡൈനാമിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരിക. അപ്പൊ ഈ 2 സംഭവങ്ങളിൽ നമുക്ക് ആ കട്ട് ഓഫ് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സ്റ്റാറ്റിക് ആണ്. ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കുറെ സോഴ്സസ് ഉണ്ടാവും. ഏതൊക്കെ സോഴ്സസ് ആണ് എന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ പഠിച്ച സോഴ്സസ് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇതിന് റൈറ്റ് ആൻസർ റോങ് ആൻസർ ഒന്നുമില്ല. പക്ഷെ എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെ റിവൈസ് ചെയ്യുക. മിനിമൈസിങ് സോഴ്സസ്, മാക്സിമൈസിങ് റിവിഷൻ, അതായിരിക്കണം സ്ട്രാറ്റജി. കാരണം ഒരുപാടുണ്ട് വോളിയം. ഒരുപാട് പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മ കാണില്ല. അതേസമയം നമ്മൾ ഒരു പുസ്തകം മാത്രം പലതവണ വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അവർ തിരിച്ചും മറിച്ചും ഒക്കെ ആയിരിക്കും ചോദിക്കുക. അല്ലെ ഒരു ക്വസ്റ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയായിരിക്കും, രണ്ടാമത്തെ ഭാഗം നമുക്ക് അറിയില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഗസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് റിവിഷൻ ചെയ്യുന്നതോടുകൂടെ തന്നെ നല്ല പ്രാക്ടീസും വേണം. ഈ 2 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക.
അതിന് വേണ്ടിയിട്ട് ടൈം മാനേജ്മെന്റ് സ്കില്ല് വേണം, ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്നത് വേഗം വേഗം ബേസിക്കലി ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ സർവീസിൽ വന്നാലും അതാണ് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് വേണ്ടി അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. അത് തന്നെയാണ് ശരിക്കും പ്രിലിമിനറി സ്റ്റേജിൽ നടക്കുന്നത്. അതായത് ആ ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഇരുന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ മാത്രം ശരിയാക്കി നമ്മുടെ ബാക്കി ടൈം എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അത് ശരിയാക്കിയ 2 മാർക്കേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻ ശരിയാക്കി ചിലപ്പോൾ 2 അത്രയും കൂടെ കിട്ടും. അപ്പം ഇങ്ങനത്തെ കുറെ മൈൻഡ് ഗെയിംസ് ഉള്ള ഒരു സ്റ്റേജ് ആണ് പ്രിലിമിനറി. അതൊക്കെ മാറണമെന്ന് അല്ലെങ്കിൽ മറികടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരുപാട് ഫ്രീലി അവൈലബിൾ ആണ് റിസോഴ്സസ് ഒക്കെ. ടെലിഗ്രാമിൽ ഒത്തിരി ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺലൈനൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഇത് കൂടാതെ തന്നെ UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. UPSC പണ്ട് എന്ത് ചോദിക്കുന്നു, UPSC എന്ത് തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ കീ നോക്കി ക്വസ്റ്റ്യൻസ് നമ്മളും അങ്ങനെ തന്നെയാണോ ആൻസറിൽ എത്തുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ പ്രിലിമിനറിയുടെ ജനറൽ സ്റ്റഡീസ് ഭാഗം. അതുകൂടാതെ നമുക്ക് സിസാറ്റ് ഉണ്ട്. സിസാറ്റ് ജനറലി ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ UPSC ചിലപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് കഴിഞ്ഞ കൊല്ലം 2023 പരീക്ഷയിൽ വളരെ ടഫ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ഒരുപാട് പേർക്ക് 65 മാർക്കായിട്ട് സിസാറ്റ് നിന്നുപോയത് കാരണം അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല തുടർന്ന്. അതുകൊണ്ട് അത് നമ്മൾ ഇഗ്നോർ ചെയ്യണ്ട. നമ്മൾ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ മാത്സിൽ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിട്ട് പോകും. ഓക്കെ, ഇത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, നമുക്ക് മാത്സ് അത്രയും അറിയില്ല, നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസും ഉണ്ടാവും അതിൽ. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ആൻസേഴ്സ് കുറച്ച് ഡിബേറ്റബിൾ ആണ്. നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല 2+2 = 4 ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സാധനം ഒരു ഇന്റർപ്രിട്ടേഷൻ 2 രീതിയിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ മോർ ഡൈസി ആണ് അതിന്റെ റീഡിംഗ് കോംപ്രിഹെൻഷൻ. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകണം. അതിലും ഒരു നല്ല രീതിയിൽ ആക്യുറസി നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു മാർജിൻ നമ്മൾ സേഫ് ആയിട്ട് കടക്കുന്ന നമുക്ക് ഉറപ്പ് വരുന്ന ഒരു സ്റ്റേജ് വരെ എത്തുന്നതിന് ശേഷം വേണം നമ്മൾ ഈ പ്രിലിമിനറി പരീക്ഷ എഴുതുവാനായിട്ട്. പൊതുവെ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് ഒരു 10-20 ദിവസത്തിനുള്ള റിസൾട്ട് വരും. അതാണ് ഈയിടെയായിട്ട് കണ്ടുവരുന്ന ട്രെൻഡ്. പണ്ടൊക്കെ 1 മാസം എടുക്കുമായിരുന്നു. ഇപ്പം അതിനുശേഷം നമ്മൾ മെയിൻസ് പരീക്ഷയായിരിക്കും എഴുതുക. ഒരു സർട്ടൻ പെർസെന്റേജ്, ആ കട്ട് ഓഫ് എന്താണെന്നൊന്നും UPSC പറയില്ല. അതൊക്കെ ഒത്തിരി സ്പെക്യുലേഷൻസ് നടന്നുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞിട്ടേ കട്ട് ഓഫും വരുള്ളൂ, ആൻസർ കീയും വരുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നുകിൽ കയറിയില്ല, ഇത്ര നമുക്ക് ആ സമയത്ത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ തുടർന്ന് പരീക്ഷ എഴുതുമായിരിക്കും. ഒരു 2.5-3 മാസം അപ്രോക്സിമേറ്റ്ലി കാണും നമുക്ക് പ്രിലിമിനറിയിൽ നിന്ന് മെയിൻസ് വരെയുള്ള സമയം. ഈ മെയിൻസ് പരീക്ഷയാണ് ഈ UPSCയുടെ എന്താണ് നമ്മുടെ ഫൗണ്ടേഷൻ. നമ്മൾ കയറുമ്പോൾ നമ്മൾ എവിടം വരെ കയറും, നമുക്ക് എന്ത് റാങ്ക് കിട്ടും എന്നൊക്കെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ പരീക്ഷയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇതിനാണ് ഫൈനലിസ്റ്റിൽ. ഈ പ്രിലിമിനറി കഴിഞ്ഞു, അത് വെറും കടമ്പ മാത്രം. കടന്നു കഴിഞ്ഞാൽ അത് കടമ്പ, അത് നീ ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ മെയിൻസിന്റെ ടോട്ടൽ മാർക്സിൽ നമ്മൾ എത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നോ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക. കാരണം പ്ലസ് ഇന്റർവ്യൂ ആണ് ഫൈനൽ റിസൾട്ടിൽ നമ്മൾ വരിക. അപ്പൊ ഇന്റർവ്യൂവിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ റാങ്ക് ഇംപ്രൂവ് ആകും. പക്ഷേ ഇന്റർവ്യൂ എപ്പോഴും ഒരു ഡൈസി ഇതാണ്. ഡൈസി എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ തന്നെ ഇപ്പൊ 4 ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. ഞാൻ എന്റെ പേഴ്സണാലിറ്റി മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ പലതവണയും പല മാർക്കുകളാണ് കിട്ടുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് എന്താണ്, കാഴ്ചപ്പാടാണ് എന്താണ്, ആ സമയം അവർ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല ഒരു 30 മിനിറ്റ് മാത്രം ഒരാളുടെ ഫുൾ ഇവാലുവേഷൻ നടത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു ചെറിയ ഭാഗ്യക്കളിയുണ്ട്. ഇതുകൂടാതെ UPSCക്ക് ചില അൺറിട്ടൺ പോളിസീസ് ഉണ്ടാവും. അതിൽ ചില ടൈപ്പ് കാൻഡിഡേറ്റ്സിനെ പ്രിഫർ ചെയ്യാം. യങ് കാൻഡിഡേറ്റ്സിന് പൊതുവെ അവരൊരു പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ തരം ബയസുകളും ചിലപ്പം ഉണ്ടാകാം. ഇതൊന്നും അറിയില്ല, ഉണ്ടാകാതിരിക്കാം, ഇതൊന്നും നമുക്കറിയില്ല. അപ്പം ഈ ഇന്റർവ്യൂ സ്റ്റേജിൽ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ മെയിൻസ് മാർക്ക് എപ്പോഴും ഇന്റർവ്യൂ പ്രൂഫ് ആയിരിക്കണം എന്നാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഇന്റർവ്യൂവിന് ഒരു ആവറേജ് ആയി പോയാലും, വേഴ്സ്റ്റ് കേസിൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് ആവറേജ് മാർക്കായി പോകും. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് കുറഞ്ഞിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഫൈനൽ ലിസ്റ്റിൽ എത്താൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, മെയിൻസ് കുറച്ചുകൂടെ ഈസിയർ ആണ് ഇൻ ടേംസ് ഓഫ് കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ട് നമുക്ക്. അതായത് ഒരു സിലബസ് ഉണ്ട് UPSC, 4 പേപ്പേഴ്സ് ആണ്, കൂടാതെ ഓപ്ഷണലിന് 2 പേപ്പേഴ്സ്. ഈ 4 പേപ്പേഴ്സിനും കുറെ കാര്യങ്ങൾ അവര് ഹെഡിങ്സ് ഉണ്ട്. അതായത് ഇതൊക്കെയാണ് സിലബസ്. ആ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ട് എല്ലാ സിലബസിലെ ഓരോ
നമുക്ക് നോട്ട്സ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മെയിൻസും പ്രിലിംസും ഒരുമിച്ച് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ആ പ്രിപ്പറേഷൻ നടത്തി പോന്നു വരാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പേപ്പറാണ് GS1. അപ്പൊ GS1 ഉള്ള സബ്ജക്ട്സ് ആണ് ആദ്യം ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ. ഹിസ്റ്ററി തന്നെ വേൾഡ് ഹിസ്റ്ററിയും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയും ഉണ്ട്. ഇത് നമ്മൾ പൊതുവെ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യാറില്ല, അത് ഇതിന് മാത്രമായിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. അതുകൂടാതെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്, പിന്നെ ജോഗ്രഫി ഉണ്ട്. ഇത്രയും സ്റ്റാറ്റിക് സാധനങ്ങളാണ് GS1 എന്ന് പറയുന്ന പേപ്പറിൽ വരിക. ഇത് വളരെ കണ്ടന്റ് ഹെവി ആണ്. നമ്മൾ ഏത് സോഴ്സസ് ആണോ പ്രിലിംസിന് പഠിക്കുന്നത്, ഏത് നോട്ട്സ് ആണോ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തത്, അതിന്റെ തന്നെ റിവിഷൻ ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഡയഗ്രാംസ് വെക്കുക, എക്സാമ്പിൾസ് വെക്കുക, ലൊക്കേഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ പഠിക്കുക, സ്ഥലങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ ഡേറ്റ്സ് ഓർത്ത് വെക്കുക, പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ആണെങ്കിൽ ഫീച്ചേഴ്സ്, അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പം എത്രത്തോളം സ്പെസിഫിക്സ് നമ്മൾ ഓർത്ത് വെക്കുന്നു എന്നുള്ളതാണ് കൂടുതലും GS1 നമുക്ക് മാർക്സ് കിട്ടാനായിട്ട്. കാരണം അതൊരു സ്റ്റാറ്റിക് സബ്ജക്റ്റ് ആണ്. മൾട്ടിപ്പിൾ റിവിഷൻസിലൂടെയാണ് നമ്മൾ ആ GS1 കടന്നുകൂടുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് GS2 അഗൈൻ നമുക്ക് ഒരു പൊളിറ്റി ഭാഗമുണ്ട്. അത് നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ട് പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റി. എല്ലാ കൂടുതലും ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. അത് നമുക്ക് മിക്കവാറും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പൊളിറ്റി നല്ല തറവായിട്ട് പ്രിപ്പയർ ചെയ്യുക. ലക്ഷ്മികാന്തിന്ന് തന്നെ ഒരുപാട് നമുക്ക് ചെറിയ ചെറിയ സ്നിപ്പറ്റ്സ് ഒക്കെ കിട്ടും. നമുക്ക് ആൻസറിൽ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻസും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ നല്ല തറവായിട്ട് പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കോട്ട് ഉണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് അത് എവിടെ വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അത് എഴുതാം. ഇങ്ങനത്തെ വെറൈറ്റി ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാലേ നമുക്ക് ആ സമയത്ത് വേഗം എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇതൊരു ഡേറ്റാബേസ് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൂടാതെ തന്നെ നമ്മൾ അതിനുശേഷം ഈ പറഞ്ഞ 2-3 മാസം നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കൊല്ലം എനിക്ക് അത്ര എഴുതാൻ പറ്റില്ല, എന്റെ ഒരു ഫിസിക്കൽ ലിമിറ്റേഷൻ കാരണം. പക്ഷെ ആൾക്കാർ അതിന് മുന്നേ ഉള്ള എല്ലാ അറ്റംപ്റ്റിലും ഞാൻ ഏതെങ്കിലും ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തിട്ട് ഫുള്ള് 7-8 പേപ്പറുകൾ കൃത്യമായിട്ട് എഴുതാറുണ്ടായിരുന്നു. അത് എഴുതി ആ സ്പീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, എല്ലാ ആൻസറിലും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആൻസറിൽ വരുത്താൻ പറ്റുന്നുണ്ടോ, അതൊരു വലിയ ട്രാൻസ്ലേഷൻ സ്കില്ലാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും കുറെ കാര്യം, പക്ഷെ അതിന്റെ ഒരു 1/3 പോലും നമുക്ക് പേപ്പറിൽ ആ സമയത്ത് വരത്തില്ല. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ അത് നമ്മൾ ആ റീപ്രൊഡക്ഷൻ പറ്റുള്ളൂ ഫാസ്റ്റ് ആയിട്ട്. അതിനൊന്നും ആലോചിക്കാൻ സമയമില്ല. ഫാസ്റ്റ് ആയിട്ട് അത് അവിടെ സംഭവിക്കണമെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇതാണ് സെക്കൻഡ് പാർട്ട്. അപ്പം ഈ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് വരിക. അതുപോലെ തന്നെ GS2 ഒരുപാട് കറണ്ട് അല്ലെ ഡൈനാമിക് ആയ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും ഇപ്പോൾ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസീസ് ഈ കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ GS3 അതിലും വളരെ ഡൈനാമിക് ആയ ഒരു പേപ്പറാണ്. അതിൽ സ്റ്റാറ്റിക് ഭാഗം കുറച്ചേ ഉള്ളൂ. എക്കണോമിക് സർവേ ഒരു വളരെ ഇമ്പോർട്ടന്റ് സോഴ്സ് ആണ്. ഗവൺമെന്റിന്റെ തന്നെ പബ്ലിക്കേഷൻ ആണ് എക്കണോമിക് സർവേ. എപ്പോഴും പഠിച്ചിരിക്കുക. ഈ കൊല്ലം എക്കണോമിക് സർവേന്ന് നേരിട്ട് ക്വസ്റ്റ്യൻസ് വന്നു എന്നാണ് GS3 പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ഒക്കെ റിലൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നോട്ട് ഉണ്ടാക്കി പഠിക്കണം GS3 വേണ്ടിയിട്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ ഓരോ സിലബസിലും ഓരോ വേർഡ് ഉണ്ട്. അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അങ്ങനെ ഒരു സാധനം കാണും. അപ്പൊ അതെന്താണ്, അതിനെപ്പറ്റി ബേസിക് ആയിട്ട് എനിക്കൊരു 150 കാണണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റാറ്റിക് നോട്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇത് കൂടാതെ അതിലെ ഡൈനാമിക് ടോപ്പിക്സും ആ ഒരു കൊല്ലം കുറെ ടോപ്പിക്സ് കാണാം, അതും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതിനുശേഷം ലാസ്റ്റ് പേപ്പർ ആണ് എത്തിക്സ് വളരെ വേരിയേഷൻ വരുന്ന ഒരു പേപ്പറാണ്. എത്തിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഫുള്ള് റിട്ടേൺ ആണ്, അതായത് ക്വസ്റ്റ്യൻസ് ഫോമാറ്റിലാണ്. സെക്കൻഡ് ഹാഫ് ഒരു കേസ് സ്റ്റഡി ഫോമാറ്റിലാണ്. അപ്പൊ കേസ് സ്റ്റഡി ഫോമാറ്റിലെ ബെസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ കേസ് സ്റ്റഡീസ് എഴുതണം, വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതണം, അതൊരു നെക്സ്റ്റ് ചാലഞ്ച് ആണ്. കൂടാതെ എത്തിക്സിലെ ഓരോ സബ് ടോപ്പിക്കിലും നമ്മുടെ നോട്ട്സ് ഉണ്ടാവണം. ഇത് കൂടാതെ വെറൈറ്റി ഓഫ് എക്സാമ്പിൾസ് നമുക്ക് കളക്ട് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സോഴ്സ് ഒബ്വിയസ്ലി നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ എഴുതി വെക്കുക. ഇത് കൂടാതെ തന്നെ ബാക്കിയുള്ള ടോപ്പേഴ്സിന്റെ പേപ്പർ, ഇപ്പം എന്റെ പേപ്പർ എന്നെ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് പേരുടെ ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സിലെ എത്ര ആൾക്കാരുടെ പേപ്പേഴ്സ് നമ്മൾ വീണ്ടും നോക്കിയാൽ അവരുടെ പേപ്പേഴ്സിൽ നിന്ന് തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കിട്ടും. മാത്രമല്ല ഇവർ എന്ത് തരം എക്സാമ്പിൾ എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മൾ അടുത്ത പ്രാവശ്യം പേപ്പർ വാങ്ങിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ എക്സാമ്പിൾസിനെ വേണ്ടി എന്താണ് നമ്മുടെ കണ്ണ് വി വിൽ ഗെറ്റ് ട്രെയിൻ ഫോർ ദാറ്റ്. ആ എക്സാമ്പിൾസ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. അങ്ങനെ ഒരു എക്സാമ്പിൾസ് ഇങ്ങനെ ബിൽഡ്
ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റാറ്റ്സ് ഉണ്ടാക്കുക, അതായത് എത്ര ശതമാനം ഇങ്ങനത്തെ, അങ്ങനെ നമ്മൾ എവിഡൻസ് വെച്ച് വേണം GS 1 2 3 എല്ലായിടത്തും നമ്മൾ അങ്ങനെ എവിഡൻസ് വെച്ച് വേണ്ടി ഗ്രാഫ് ഷോ ചെയ്യുക, ഡയഗ്രാംസ് ഷോ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതൊക്കെ ആ ഒരു ഇത്രയും സമയത്തിനുള്ളിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് GSന്റെ ചാലഞ്ച്. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടാവും, അത് ഞാൻ വിട്ടുപോയി. അപ്പൊ 2 ആയിരിക്കും നമുക്ക് എഴുതാനുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ എന്ന് പറയാനില്ല, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. കണ്ടന്റ് നമ്മൾ ഈ GSന് പഠിക്കുന്ന സാധനം തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻസും കൺക്ലൂഷൻസും ആലോചിച്ച് വെക്കാം. അതായത് അനക്ഡോട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ. ഫോർ എക്സാമ്പിൾ ലിങ്കന്റെ ഒരുപാട് കഥകളുണ്ട്, ഓണസ്റ്റിയെ പറ്റി അല്ലെങ്കിൽ ഹാർഡ് വർക്കിനെ പറ്റി. അത് ഞാൻ പല ക്കും ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്താണ് കണ്ടംപററി ആയ ഒരു സംഭവം, ഒരു തവണ ഞാൻ എഴുതിയിരുന്നത് ഗാസ വാറിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ടോപ്പിക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. വളരെ മൾട്ടി ഡയമെൻഷണൽ ആയ ആണ് UPSC നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതായത് നമ്മൾ ചോദിച്ച കാര്യത്തിന് ടോപ്പിക്കിന് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് തന്നെ പല പല എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റുന്നതാണ് അവിടുത്തെ ചാലഞ്ച്. യൂഷ്വലി ടൈം ഒരു ഇഷ്യൂ അല്ല, ടൈം യൂഷ്വലി ആൾക്കാർക്ക് കിട്ടാറുണ്ട്. 2 ഉള്ളൂ, ഇത്ര സമയവും ഉണ്ട്. ഇതിനുശേഷം നമ്മൾ ഓപ്ഷണൽ പരീക്ഷ എഴുതും. ഒരാഴ്ച ബ്രേക്ക് കഴിഞ്ഞ ശേഷമായിരിക്കും ഓപ്ഷണൽ നമ്മുടെ കമ്പൽസറി മലയാളം, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുക. അത് അഗൈൻ യു ഹാവ് ടു ക്ലിയർ. അതിന് വേണ്ടി പ്രത്യേകം ആരും പ്രിപ്പയർ ചെയ്യാറില്ല, എന്നാലും അത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. എന്ത് തരം ലെവലാണ് UPSC പ്രതീക്ഷിക്കുന്നത്, അത് പാസ്സാവാനായി നമ്മുടെ കയ്യിൽ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രിപ്പറേഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു ബേസിക് 10th സ്റ്റാൻഡേർഡ് ലെവലിലാണ് ആ പേപ്പർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷും പറഞ്ഞ പോലെ കമ്പൽസറി ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, മലയാളം, ഹിന്ദി ആയിരിക്കും പൊതുവെ ഇവിടെ ഉള്ളവരെടുക്കുക, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് അതിനെപ്പറ്റി അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ഓപ്ഷണൽ പേപ്പറിൽ 2 പേപ്പർ ഉണ്ട്. ഈ പറഞ്ഞ ഓപ്ഷണൽ പേപ്പറിൽ നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഏത് ഓപ്ഷണൽ ആണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റൈലിലാണ് പോവുക. ഞാൻ പഠിച്ചിരുന്നത് സോഷ്യോളജി ആയിരുന്നു. സോഷ്യോളജിക്ക് ഒരു സ്റ്റാറ്റിക് ഭാഗമുണ്ട്, അത് കൂടാതെ വളരെ ഡൈനാമിക് ആയ സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി കറണ്ട് അഫയേഴ്സും വെച്ചിട്ട് പഠിക്കുമായിരുന്നു. ഈ സോഷ്യോളജി തന്നെ കുറെ GS 1ന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ അങ്ങനെയും ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടിയിരുന്നു. ഇത് രണ്ടുകൂടെ ലിങ്ക് ചെയ്തിട്ടായിരുന്നു ഞാനാണ് സോഷ്യോളജിയും പേപ്പറും കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് ആസ് എ സബ്ജക്ട് ഓപ്ഷണൽ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ചൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പല പല ഓപ്ഷൻസ് നോക്കി. കെമിസ്ട്രി ഞാൻ നോക്കിയപ്പോൾ ഞാൻ പഠിച്ചതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ആദ്യം മുതൽ വീണ്ടും പഠിക്കണം. പിന്നെ എനിക്ക് എന്നാ പിന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും സബ്ജക്ട് നോക്കാം, ഹ്യൂമാനിറ്റീസിൽ. അങ്ങനെ ഞാൻ സൈക്കോളജി നോക്കി, പിന്നെ മലയാളം ലിറ്ററേച്ചർ നോക്കി, പിന്നെ സോഷ്യോളജി നോക്കി. അപ്പൊ ആ സമയത്ത് സോഷ്യോളജി ആയിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, ഫ്രീ ആയിട്ട്. ഇപ്പൊ എല്ലാത്തിനും അവൈലബിൾ ആണ്. അപ്പം പിന്നെ എനിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ വളരെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിൻസ് നമ്മൾ കഴിഞ്ഞു. മെയിൻസ് കഴിഞ്ഞ ശേഷം ഒരു 2-2.5 മാസം നമുക്ക് കിട്ടും. അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരിക. റിസൾട്ട് വന്നതിന് ശേഷം ഉടനെ തന്നെ ഇന്റർവ്യൂ ഷെഡ്യൂൾ വരും. ഷെഡ്യൂൾ വന്നിട്ട് നമ്മളെ ഒരു കുറെ ടൈം എടുത്തിട്ടായിരിക്കും UPSC ഇന്റർവ്യൂ നടത്തുക. ഒരു 3-4 മാസമൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഡൽഹി പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കണം. അതൊരു 30 മിനിറ്റ്സ് പരിപാടിയാണ്. ആദ്യം കുറച്ച് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു UPSC മെമ്പർ ആയിരിക്കും ആ ബോർഡിന്റെ ചെയർമാൻ. ആ ഏത് മെമ്പർ എന്താണെന്നൊന്നും നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല. നമ്മൾ അവിടെ ചെന്ന് പുറത്ത് അവരുടെ റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ അറിയുള്ളൂ ഏത് മെമ്പറാണ് എന്താണ് എന്നൊക്കെ. അകത്ത് ചെല്ലുമ്പോൾ ഒരു പാനൽ ഉണ്ടാവും. ഈ മെമ്പർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ആയിരിക്കും ആ പാനലിൽ ഉണ്ടാവുക. അവരുടെ കയ്യിൽ നമ്മുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് അവരുടെ കയ്യിൽ കാണും. അതായത് ഞാൻ എന്താണ് പഠിച്ചത്, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് എന്റെ ഹോബി, എന്താണ് എന്റെ ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞു ഇത് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. ഞാൻ ശരിക്കും പലരും ഹോബീസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ, തെറ്റൊന്നുമില്ല. നമ്മൾ എന്തീ കൊടുക്കുന്നു അതിനെപ്പറ്റി എന്തും പറയാൻ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് നല്ല ഉറപ്പായിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അതിനകത്ത് വെക്കുക. അതിനുശേഷം ആ ഡാഫ് നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കണം. ഇതുകൂടാതെ പൊതുവായിട്ട് എന്ത് വേണമെങ്കിലും അവർ ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്, അവിടെ എന്താണ് നെഗറ്റീവ്, അങ്ങനെ വേണമെങ്കിൽ അവരെ ലിങ്ക് ചെയ്ത് പോവാം. നെഗറ്റീവ് ബർത്ത് റേറ്റ് എന്താണ്, അങ്ങനെ ചിലപ്പോൾ ലിങ്ക് ചെയ്ത് പോവാം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാതെ എന്നോട് ഡൽഹിയിലെ എയർ പൊല്യൂഷനെ പറ്റി ഞാൻ ചോദിച്ചു. കാരണം ഞാൻ ഈ കൊല്ലം പോയപ്പോൾ വിന്റർ മന്ത് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു കറണ്ട് അഫയേഴ്സിനുള്ള ഒരു സംഭവമാണ്, എന്തുകൊണ്ടാണ് അതുള്ളത്, അങ്ങനത്തെ ഡിസ്കഷൻസ് വരും. ഈ ഇന്റർവ്യൂവിന്റെ സ്റ്റേജിനെ പറ്റി നമ്മൾ പലതരം മിത്തുകൾ കേൾക്കാറുണ്ട്. വളരെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല, അവര് രാവിലെ മുതൽ വൈകിട്ട്
വരെ ഒരു 10 പേരെ കാണുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും വെറൈറ്റി ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും അവരുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവില്ല. ചിലർക്ക് ചിലപ്പോൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിരിക്കാം. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പോയിരുന്നപ്പോൾ കോവിഡ് സമയത്തായിരുന്നു. അപ്പൊ അവര് ചോദിച്ചിരുന്നു, ഇവിടെ എന്ത് നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ, ഇവിടെ ഞങ്ങൾ ഒരു സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ട്, അത് മണത്ത് ഏത് കെമിക്കൽ ആണെന്ന് പറ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ ചിലപ്പം നമുക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവെ ഒരു നോ ഫസ് അഫെയർ ആണ്, അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അവർ വളരെ കോർഡിയൽ ആയിരിക്കും നമ്മളോട്, ഒരു ഡിസ്കഷൻ എന്ന പോലെ ആയിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഈ സമയത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വാച്ച് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ എപ്പോഴും ബാലൻസ്ഡ് അഭിപ്രായങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കുക. വളരെ സർക്കാരിനെ എക്സ്ട്രീം ആയിട്ട് വിമർശിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെയോ ചെയ്യുന്ന പോലത്തെ അഭിപ്രായങ്ങളായിരിക്കില്ല നമ്മൾ പറയുന്നത്. എപ്പോഴും നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് ബാലൻസ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ നമ്മൾ മെയിൻസിലായാലും ഇന്റർവ്യൂവിലായാലും നമ്മൾ പറയാറുള്ളൂ. കാരണം എല്ലാ കാര്യത്തിന്റെ രണ്ടു വശം കാണാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് അതിലെ ഇമ്പോർട്ടൻസ്, അതാണ് അതിൽ വേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടു തീരുമാനിക്കുന്നവർ, അത് തന്നെയാണ് സിവിൽ സർവന്റ് വേണ്ട ക്വാളിറ്റി എന്ന് ലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം അത്. ഇന്റർവ്യൂ പ്രിപ്പറേഷനെ പറ്റി സംബന്ധിച്ച് ഇത് കൂടാതെ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മോക്ക് ഇന്റർവ്യൂസ് ഒരു പരിധി വരെ നമ്മൾ മനസ്സിൽ അതിന്റെ ഫീഡ്ബാക്ക് എടുക്കാം. ഒരു പരിധി കൂടുതൽ അത് എടുക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എടുക്കാം. അല്ലാതെ മോക്ക് ഇന്റർവ്യൂസും ആക്ച്വൽ ഇന്റർവ്യൂസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മോക്ക് ഇന്റർവ്യൂസ് വളരെ കുറച്ചുകൂടെ ഡ്രാമറ്റൈസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു അപ്രോക്സിമേഷൻ ആണ്, അങ്ങനെയല്ല. അന്ന് ആക്ച്വൽ ഇന്റർവ്യൂ കുറച്ചുകൂടെ ഒരു കോഡിയലും അത്ര വളരെ എക്സ്ട്രാ ഓർഡിനറി ക്വസ്റ്റ്യൻസും ഒന്നും ആയിരിക്കില്ല. വളരെ അപ്പം നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ അവർ ചോദിക്കുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്നു. നമ്മുടെ അഭിപ്രായത്തിൽ നിന്നായിരിക്കും അവർ മിക്കവാറും അടുത്ത ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യുക. ഇങ്ങനെയായിരിക്കും ആ കോൺവെർസേഷൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എത്ര മാർക്ക് നമ്മൾ അറിയില്ല, എല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഇന്റർവ്യൂ റിസൾട്ട്, എല്ലാം കൂടെ ചേർത്തിട്ട് റിസൾട്ട് നമുക്ക് വരിക. അപ്പം ഇതാണ് ഒരു UPSC എക്സാം എഴുതുന്ന എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഫെബ്രുവരിയിലായിരിക്കും UPSCയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുക. അതിനുശേഷം ഫൈനൽ റിസൾട്ട് വരുന്ന അടുത്ത കൊല്ലം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ഒക്കെ ആവും. അതാണ് ഇതിലെ. ഇനി നമ്മൾ ഇതിലേക്ക് സോഴ്സസ് എന്തൊക്കെയാണ് വേണ്ടത്, ഇതാണ് ഇതിന്റെ ചാലഞ്ചും. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം നമുക്ക് സോഴ്സസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിരുന്നത് ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി തന്നെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഉണ്ട്. ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഹിസ്റ്ററി നമ്മൾ NCERTs യൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ RS ശർമ്മ, സതീഷ് ചന്ദ്ര, ഇത് രണ്ടും ഞാൻ ഇടയ്ക്ക് വായിച്ചിരുന്നു. ഏൻഷ്യന്റ് ആൻഡ് മെഡീവലിന് വളരെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന്റെ നോട്ട്സ് ആയാലും മതി, വളരെ കണ്ടൻസ് ഫോം ആയിട്ട് ഏതെങ്കിലും ഒരു അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ട്സ് ആണെങ്കിലും ദാറ്റ് വിൽ സഫൈസ്. കാരണം ഏൻഷ്യന്റ് മെഡീവലും നമ്മൾ മെയിൻസിന് അത്ര എഴുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ നോട്ട്സ് നമുക്ക് വേണ്ട. പക്ഷെ നമുക്ക് പ്രിലിമിനറിയിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വേണം. ഇതുകൂടാതെ നമ്മൾ മോഡേൺ ഹിസ്റ്ററി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ പഠിച്ചിരുന്നത് സ്പെക്ട്രമാണ്. ഈ സ്പെക്ട്രം എന്ന് പറയുന്ന ബുക്ക് തന്നെ ഒരു ബിപിൻ ചന്ദ്ര എന്ന് പറയുന്ന ബുക്കിന്റെ നോട്ട്സ് ആണ്. അപ്പൊ അതിന്റെ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. പ്രിലിംസിന് സ്പെക്ട്രം ഇനഫ് ആണ്, പക്ഷെ മെയിൻസിന് നമ്മൾ ബിപിൻ ചന്ദ്രയും കൂടെ വായിക്കുന്നത് നല്ലതായിരിക്കും. ഇതുകൂടാതെ NCERTs നമ്മൾ അതിന് മുന്നേ വായിക്കാം. അത് NCERTs എപ്പോഴും പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്, അതായിരിക്കില്ല നമ്മുടെ ഫൈനൽ നോട്ട്സ്. നമ്മുടെ ഫൈനൽ നോട്ട്സ് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്ന് വായിക്കുക. അതിനുശേഷം ഞാൻ പ്ലാസി ടു പാർട്ടിഷൻ എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടുണ്ട്. ഈ ഹിസ്റ്ററി ഇഷ്ടമായിരുന്നു, പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. ഇതൊക്കെ റിസോഴ്സസ് ഞാൻ പറയാണ്. പ്ലാസി ടു പാർട്ടിഷൻ നെക്സ്റ്റ് ലെവലാണ്. ഈ ബിൽചന്ദ്രയൊക്കെ വായിച്ചത് നമുക്ക് ടൈം ഉണ്ട്. പ്ലാസി ടു പാർട്ടിഷനിൽ നിന്ന് കുറെ നെയിംസ്, ഹിസ്റ്റോറിയൻസിന്റെ പേര്, ടൈം, ഇതൊക്കെ നമുക്ക് പിക്ക് ചെയ്ത് നമുക്കൊരു എൻറിച്ച്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഒരു സാധാ ആൾ എഴുതുന്ന ആൻസറും നമ്മുടെ ആൻസറും തമ്മിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ കുറച്ചുകൂടെ ഫാക്ട്സ് എഴുതുന്നുണ്ട്, നമ്മൾ ഹിസ്റ്റോറിയന്റെ പെർസ്പെക്റ്റീവ് എഴുതുന്നുണ്ട്, തിങ്കർ എഴുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ കുറച്ച് വ്യത്യാസമായിരിക്കും. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ഞാൻ പഠിച്ചിരുന്നത് നിതിൻ സിംഗാനിയാണ്. ആ ബുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇനഫ് അല്ല. അത് നമ്മൾ എത്രത്തോളം ഈ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ കിട്ടും ആർട്ട് ആൻഡ് കൾച്ചറിൽ. അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് കൂടാതെ നമ്മൾ ഏൻഷ്യൻ ആൻഡ് മെഡീവലും പഠിക്കുന്ന മേജർ ഡൈനാസ്റ്റീസിന്റെ ഒക്കെ ആർട്ട് കോൺട്രിബ്യൂഷൻസ്, എന്തൊക്കെയാണ് അവരുടെ മെയിൻ സ്ഥലങ്ങൾ, മാപ്പിൽ അതെങ്ങനെ മാർക്ക് ചെയ്യും, എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ വേൾഡ് ഹിസ്റ്ററിക്ക് ഏതെങ്കിലും കോച്ചിങ് നോട്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കൂടാതെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നോർമൻ ലവ് എന്നൊക്കെ പറയുന്ന പുസ്തകമുണ്ട്. അത് വളരെ ഹെവി ആണ്. മാത്രമല്ല വേൾഡ് ഹിസ്റ്ററിക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനും കാണില്ല, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുള്ളൂ. അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് പൊതുവെ. ചില കൊല്ലങ്ങളൊക്കെ ബൗൺസർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുവേണ്ടി നമ്മൾ അതിന്റെ പുറകെ പോകണ്ട. പിന്നെ ഉള്ള അടുത്ത സബ്ജക്ട് ജോഗ്രഫി നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി, അതായത് കൂടുതൽ തിയറിയാണ്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, രണ്ടായിട്ട് തിരിക്കാം. ഫിസിക്കൽ ജോഗ്രഫി ഞാൻ ഗുച്ചിങ് ലോങ് പഠിച്ചിട്ടുണ്ട്.
ഇതുകൂടാതെ ഒരു നോട്ടായിരുന്നു, കോച്ചിങ് നോട്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഇതുകൂടാതെ ഒരു അറ്റ്ലസ് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് വേണം. നമ്മൾ പത്രം വായിക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അറ്റ്ലസിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ ഒരു എന്താണ് ലോകത്തെ പറ്റി അല്ലെങ്കിൽ ഗ്ലോബിനെ പറ്റി എവിടെയാണെന്നുള്ള ഒരു ഫിസിക്കൽ മാപ്പ് നമ്മുടെ തലേ വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രിലിംസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് വളരെ യൂസ്ഫുൾ ആണ്. ഇന്ത്യൻ ജോഗ്രഫി ഞാൻ ഈ മജീദ് ഹുസൈൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഒരു സമ്മറി എവിടുന്നോ എനിക്ക് കിട്ടി, അതായിരുന്നു വായിച്ചിരുന്നത്. ഇത് കൂടാതെ ഞാൻ കോച്ചിങ് നോട്ട്സും പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ജോഗ്രഫി പഠിച്ചിരുന്നത്. സൊസൈറ്റി പിന്നെ ഞാൻ സോഷ്യോളജി ഓപ്ഷൻ ആയിട്ട് വേറെ പഠിച്ചില്ല. സൊസൈറ്റി നിങ്ങൾ അല്ലാതെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻസിന് വേണ്ടിയിട്ടായിരിക്കണം. അത് നമുക്ക് റിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കോച്ചിങ് നോട്ട്സോ അങ്ങനത്തെ ഏതെങ്കിലും മതി. ഏതെങ്കിലും കമ്പൈലേഷൻസ് എടുക്കുക നെറ്റിൽ, അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് ഓരോ ടോപ്പിക് എടുത്തിട്ട് നെറ്റിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഒരുപാട് ഇത് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണലിസം അതിൽ കാണും, അല്ലെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സ്, ഇതിനെ പറ്റിയൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് നമ്മൾ നമ്മുടെ സ്വന്തം സെക്യുലറിസം ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അടുത്തതായിട്ട് GS2 പോളിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മികാന്ത് തറവായിട്ട് പഠിക്കുക. ഇതുകൂടാതെ തന്നെ നമ്മൾ എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ട് പോളിറ്റിയിൽ നമ്മൾ കേസ് ലോസ് യൂസ് ചെയ്യും. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓരോ കേസ് ലോസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ആർട്ടിക്കിൾസ് ഒക്കെ തറവായിട്ട് അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ്, ഇപ്പൊ ഗവർണറിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഗവർണറിന്റെ ഈ ആർട്ടിക്കിളാണ് ആ സമയം ഇങ്ങനത്തെ ഒരു കേസ് ലോയിൽ അങ്ങനെ പറഞ്ഞു സുപ്രീം കോടതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റണം. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തിങ്കേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് കുറച്ചുകൂടെ വെറൈറ്റി ആവും. ഇന്റർനാഷണൽ റിലേഷൻസ് കുറച്ചുകൂടെ ഒരു പിന്നെ അതിലൊരു ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് ഇടയ്ക്ക് കുറച്ചുകൂടെ സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് അല്ല, സ്റ്റാറ്റിക് പ്ലസ് കറണ്ട്, കുറച്ച് സ്റ്റാറ്റിക് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാം, എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഗവർണൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് കൂടാതെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്ന ഒരുപാട് കേസ് സ്റ്റഡീസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. നല്ല ഗവർണൻസിന്റെ മോഡല്, അപ്പൊ നിതി ആയോഗിന്റെ കുറെ കേസ് സ്റ്റഡീസ് ഉണ്ടാവും. അതായത് ബെസ്റ്റ് പ്രാക്ടീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പഞ്ചാബിൽ ഉണ്ടായിരുന്ന വാട്ടർ ATM ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ല ഹങ്കറുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ്. നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ എക്സാമ്പിൾസ് കിട്ടും. അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിനെ എക്സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് ആ ഒരു കൊല്ലം എന്താണ് ഡൈനാമിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അത് പഠിച്ചു വെക്കുക. ഇത് കൂടാതെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഈ രാജീവ് സിക്രി എന്ന് പറയുന്ന പുസ്തകം വായിച്ചിരുന്നു. അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. ഇത് കൂടാതെ കോച്ചിങ് നോട്ട്സ് യൂസ് ചെയ്തിരുന്നു. ഫോറത്തിന്റെ ഒരു ദിപിൻ സാറിന്റെ കുറെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ റിലൈ ചെയ്തിരുന്നു. കാരണം എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇതായിരുന്നു എന്റെ സ്ട്രാറ്റജി. GS3 പിന്നെ നമ്മൾ ഉള്ള മെയിൻ സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. എക്കണോമിക് സർവേ ഒരു കൊല്ലത്തെ എക്കണോമിക് സർവേ വായിച്ചിരിക്കുക, നന്നായിട്ട് വായിച്ചിരിക്കുക, തറവായിട്ട് വായിച്ചിരിക്കുക. ഇത് കൂടാതെ പ്രീവിയസ് ആയിട്ടുള്ള 2-3 കൊല്ലത്തെ എക്കണോമിക് സർവേസിന്റെ സമ്മറീസ് ഓൺലൈൻ കിട്ടും. അത് ജസ്റ്റ് നോക്കിയിരുന്ന അതിൽ നിന്ന് കുറെ നമുക്ക് ഇൻട്രൊഡക്ഷൻസ്, കൺക്ലൂഷൻസ്, ഒരുപാട് ഫാക്ട്സും ഡേറ്റയും ഒക്കെ കിട്ടും. അപ്പൊ എക്കണോമിക് സർവേ അത് തന്നെ ഒരു വലിയ സോഴ്സ് ആണ്. ഒത്തിരി സ്റ്റഡീസും ഒക്കെ കിട്ടും. ഇതൊക്കെ നമ്മുടെ ആൻസേഴ്സിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ എല്ലാ സബ്ജക്റ്റും അതിലുള്ള ഓരോ ടോപ്പിക്കിനും സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഇപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് കുറെ സാധനങ്ങൾ അതിലുണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് നോട്ട്സ് നമ്മുടെ കയ്യിൽ റെഡിയാക്കി വെക്കുക. അങ്ങനെയാണ്. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ കുറെ സ്റ്റാറ്റിക് ആയ കാര്യങ്ങളുണ്ട്, അത് പഠിച്ചു വെക്കുക. അതുകൂടാതെ തന്നെ ഇപ്പം കറണ്ട് ആയിട്ട് ആ സമയത്ത് ഫോക്കസ് വരുന്ന കാര്യങ്ങൾ അതും ഫോക്കസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇതിനൊക്കെ മാപ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതിനൊക്കെ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ. ഇന്റേണൽ സെക്യൂരിറ്റി ഇതൊക്കെ ആ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ സ്റ്റാറ്റിക്, വളരെ ഡൈനാമിക് ആയ ഒരു പേപ്പറാണ്, ആ രീതിയിൽ വേണം പ്രിപ്പറേഷൻ. പിന്നെ എത്തിക്സിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിരുന്നത്, എത്തിക്സിന് ഒരു ടാറ്റ മെഗ്രോ-ഹില്ലിന്റെ ഒരു കമ്പൈലേഷൻ ഉണ്ട്. ഇത് കൂടാ അതൊരു നല്ല റെഫറൻസ് പോയിന്റ് ആണ്, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത് മാത്രം പോരാ, ഇത് കൂടാതെ ഞാനൊരു 1-2 ടോപ്പേഴ്സിന്റെ ഒക്കെ നോട്ട്സ് റെഫർ ചെയ്തിരുന്നു. ശ്രുതി ശർമ്മ എന്ന് പറയുന്ന ഒരു ടോപ്പർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ടെലിഗ്രാം ചാനൽ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറെ എക്സാമ്പിൾസ് കിട്ടിയത് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ പേപ്പേഴ്സ് കണ്ടതിൽ നിന്ന് ഒത്തിരി എക്സാമ്പിൾസ് കിട്ടിയത് സ്വന്തം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇങ്ങനത്തെ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് എത്തിക്സിന് വേണ്ടി. എത്തിക്സിന് വേണ്ടി ഓൾവേസ് കീപ്പ് എൻ ഐ ഔട്ട് ഓൺ നമ്മുടെ കോമ്പറ്റീഷൻ അല്ലെ ടോപ്പേഴ്സിന്റെ ഒക്കെ പേപ്പേഴ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് സോഴ്സസ് എന്ന് പറയാനുള്ളത്. ഇതല്ലാതെ ഞാൻ ഏതെങ്കിലും സബ്ജക്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ അപ്പൊ പറയാം. എക്കണോമിക്സിന് ഞാൻ പിന്നെ പഠിച്ചത് മൃണാളിൽ നിന്നായിരുന്നു. മൃണാൾ അതൊരു വളരെ കോംപ്രഹെൻസീവ് സോഴ്സ് ആണ്, പക്ഷെ ഭയങ്കര ഹെവി ആണ്. ഒരു ബിഗിനറിന് ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും, പക്ഷെ
എന്ന് വെച്ചാൽ അതിന്റെ വോളിയം. പക്ഷെ ഒരു ബിഗിനറിന് മനസ്സിലാവാൻ ഏറ്റവും നല്ല സോഴ്സും ഇതാ ഈ പറഞ്ഞ മൃണാളിന്റെ നോട്ട്സ് ആണ്. അതൊരു നല്ല ഓപ്ഷൻ ആണ്. ഇതിനെല്ലാം ഈ പറഞ്ഞ സോഴ്സസ് ഒക്കെ നമുക്ക് ടെലിഗ്രാമിലും മറ്റ് ഇന്റർനെറ്റ് സൈറ്റുകളിലും ഒക്കെ ഫ്രീ ആയിട്ട് ലഭ്യമാവും. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഹിന്ദു പത്രമായിരുന്നു നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യുക, അല്ലെ ഇന്ത്യൻ എക്സ്പ്രസ് വേണേലും ഫോളോ ചെയ്യുക ഫോർ നാഷണൽ ലെവൽ കവറേജ്. ഇതുകൂടാതെ നമുക്ക് ലോക്കലായിട്ട് നമുക്ക് മനോരമ, അതുകൂടാതെ നമ്മുടെ ലോക്കൽ ഡെയിലീസ് എന്ത് വേണമെങ്കിലും നമ്മൾ വായിക്കാം. ഇത് എസ്പെഷ്യലി നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെ മുടങ്ങാതെ വായിച്ചിരിക്കണം. ഈ ഇത് പത്രം വായിക്കുക മസ്റ്റ് ആണ്. ഈ വെറൈറ്റി സ്ട്രാറ്റജി ഒന്നും പത്രം വായിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി, കമ്പൈലേഷൻ ഇതിലൊന്നും പോവരുത്. സ്വന്തമായിട്ട് പത്രം വായിക്കുക എന്നുള്ളത് എന്താണ് നോൺ നെഗോഷ്യബിൾ ആണ്. സ്വന്തമായിട്ട് പത്രം വായിച്ചിരിക്കുക. ഒരു ആദ്യം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും. നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് മനസ്സിലാവില്ല. പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ച്, നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്നു, സിലബസ് മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് അനുസൃതമായി പത്രം എങ്ങനെ വായിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ഒരു 1/4-3 മണിക്കൂർ പത്രം നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ പത്രം വായിക്കുന്നത് നോൺ നെഗോഷ്യബിൾ ആണ്. പത്രം വായിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഉണ്ടാക്കിയ നോട്ട്സിന്റെ കൂടെ തന്നെ നമ്മൾ ഈ കിട്ടിയ എക്സാമ്പിൾസും കാര്യങ്ങളും നോട്ടായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നോട്ട് മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഡിജിറ്റൽ ആയിട്ടും ചെയ്യാം, ഐപാഡിലോ അല്ലെ ടാബിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് സ്വന്തമായിട്ട് റൈറ്റ് ചെയ്യുന്നതാണ്, സ്വന്തമായിട്ട് എഴുതി നോട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അത് കുറച്ച് സ്പേസ് ഇട്ടുക, 2 സൈഡിലും സ്പേസ് വിട്ടിട്ട് ഓരോ ടോപ്പിക്കിന് നോട്ട് ഉണ്ടാക്കുക. കാരണം നമുക്ക് ഒരുപാട് വാല്യൂ അഡീഷൻ വരും. അപ്പൊ ഒരേ നോട്ട് തന്നെ നമ്മൾ പിന്നെയും പിന്നെയും ഓരോ ടോപ്പിക്കിന് കണ്ടുകൊണ്ടിരിക്കുക, പുതിയ വാല്യൂ അഡീഷൻ അതിലേക്ക് നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ബേസ് കിട്ടും. അതേ കാര്യങ്ങൾ നമുക്ക് പരീക്ഷയിൽ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ടൈം ഇല്ല, കൂടുതൽ നേരം നമ്മൾ കാണുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഇതാണ് UPSCയെ പറ്റി നമ്മുടെ സോഴ്സസ് നമ്മൾ പറയുന്നത്. അവസാനമായിട്ട് നമ്മൾ ചാലഞ്ചസ് ഒരുപാടുള്ള ഒരു പരീക്ഷയാണ്. നമ്മുടെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് കാരണം കുറെ ചാലഞ്ചസ് വരാം. അതായത് ചിലപ്പോൾ ഇത്രയും നാൾ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, എന്തെങ്കിലും വീട്ടില് എക്കണോമിക് ആയിട്ടോ ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റൽ പ്രഷേഴ്സോ അല്ലെങ്കിൽ ഹെൽത്ത് വൈസോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് കാണും. ഇത് അതിപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഞാൻ എത്ര ടോപ്പേഴ്സ് ഉണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞ മിഥ്യാധാരണകളൊക്കെ മാറ്റി വെച്ച് അതൊക്കെ മറികടന്നിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാർ എല്ലാ കൊല്ലവും ഉണ്ട്. അപ്പം എത്രയോ ടോപ്പേഴ്സ് ഒരു കൊല്ലം വരുന്നുണ്ടോ, അത്രയും ഡിഫറെന്റ് സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ ഏത് സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടോ അതിനെല്ലാം ബ്രേക്ക് ചെയ്തായിരിക്കും ആൾക്കാർ എല്ലാ കൊല്ലവും ഈ പരീക്ഷ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ് വെക്കരുത്. ഓ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഇങ്ങനെ പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇതൊന്നും UPSC നമ്മളോട് ചോദിക്കുന്നില്ല. നിങ്ങൾ ഈ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നോ, നിങ്ങൾ ആ കോളേജിൽ പഠിച്ചതാണോ, ഇതൊന്നും ചോദിക്കുന്നില്ല. ആ പരീക്ഷയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ മാനദണ്ഡം. ഇത് മനസ്സിലാക്കി ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് 1 കൊല്ലം അല്ലെ 1-2 കൊല്ലം പഠിക്കേണ്ടി വരും. കാരണം ഒരു 1.5 ഇയേഴ്സിൽ വേണം ഇതിന്റെ ഒരു ഇതൊന്ന് ട്രാക്കിൽ വരാനായിട്ട്. അത് മനസ്സിലാക്കി ഈ പരീക്ഷയിൽ ദൈവഭാഗ്യത്താൽ നമ്മൾ വിചാരിക്കുന്ന രീതി നമുക്ക് പെർഫോം ചെയ്ത് ഈ കടമകളൊക്കെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം ഒരിക്കലും UPSC നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇത് ചോദിക്കുന്നില്ല. ഈ പരീക്ഷ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതില്. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മള് UPSC ആണ് നമുക്ക് ചെയ്യേണ്ടത്, UPSC നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നുള്ളതിനെ പറ്റി ആദ്യം നമുക്കൊരു ക്ലാരിറ്റി വേണം. എന്തിനാണ് ഞാൻ ഇത് എഴുതുന്നത്, ആരെങ്കിലും പറഞ്ഞിട്ടാണോ, അല്ലെ ഞാൻ വെറുതെ കേൾവിയാണോ, എനിക്കിതിൽ താല്പര്യമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ബുക്സോ ഒക്കെ വായിച്ചു നോക്കിയാൽ എന്താണ് ഈ ജോലി എന്ന് നമുക്ക് മനസ്സിലാവും. ഈ നമ്മൾ കാണുന്ന ഈ ഒരു സൂപ്പർഫിഷ്യൽ ഗ്ലാമറിന്റെ പുറത്ത് എന്താണ് ഡെയിലി എന്താണ് ജോലി, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള നെഗറ്റീവ് കമന്റ്സും കാണും. ഓ ഇതിൽ ഇവർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഇന്റർഫിയറൻസ് ആണ്, എന്താണ് ഇതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കിട്ടുന്നത്, അങ്ങനെ നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. അതും മാത്രമല്ല സത്യം. ഈ 2 എക്സ്ട്രീംസിലും അല്ല ശരിക്കുള്ള റിയാലിറ്റി ഉള്ളത്. എന്താണ് റിയാലിറ്റി? ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് മാത്രം നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പെർഫോമൻസ് ഉള്ള സെയിൽസ് മൻസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുമല്ല റിയാലിറ്റി. അപ്പൊ എന്താണ് റിയാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിൽ താല്പര്യമുണ്ടോ എന്ന് നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ നമ്മുടെ മനസ്സിലാണ്. ഇതായിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ മോട്ടിവേഷൻ. എന്നാലും നമുക്ക് അത്രയും കൊല്ലം ഈ പരീക്ഷയിൽ പിടിച്ചു നിൽക്കാനോ ഈ ഗ്രൂവലിംഗ് ആയിട്ടുള്ള പ്രോസസ്സിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. കാരണം നമ്മുടെ സ്വന്തം തീരുമാനത്തിൽ നിൽക്കുന്നതാണ്, ഞാൻ തന്നെ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ഇടും എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വേണം.
എന്നെ സംബന്ധിച്ച് ഈ പ്രാവശ്യം എനിക്കതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചതാണ് പരീക്ഷ എഴുതാമെന്ന്. കാരണം ഈ ഒരു ഫിസിക്കലി എനിക്ക് കുറച്ച് പാടായിരുന്നു, പ്രഗ്നൻസി ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ തന്നെ തീരുമാനിച്ചത് കൊണ്ട് എനിക്ക് വേറൊന്നും അങ്ങനെ പറയാനില്ലായിരുന്നു. അതായത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള ഒരു മനസ്സിലേക്ക് എനിക്ക് വരാൻ പറ്റി. അതാണ് എനിക്ക് തോന്നുന്നു ഈ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ തീരുമാനിച്ചു, നമ്മളിത് ചെയ്യും, എനിക്കിത് വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹാർഡ് വർക്കും ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മള് ക്ലാരിറ്റി നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാവും. സ്കൂളിലാണെങ്കിലോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ ഇതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ, ഇങ്ങനെ പല സ്റ്റേജിൽ അല്ലെങ്കിൽ ഫുൾ ടൈം പ്രിപ്പറേഷൻ ആണോ, എപ്പോ ആണെങ്കിലും ആയിക്കോട്ടെ, ആ ക്ലാരിറ്റി വന്നതിന് ശേഷം സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. സ്കൂളിലാണെങ്കിൽ നമുക്ക് ഗ്രാജുവേഷൻ മുതലേ പ്ലാൻ ചെയ്ത് തുടങ്ങാം. നമ്മൾ ഒരു ഹ്യൂമാനിറ്റീസ് ടൈപ്പ് സബ്ജക്ട് എടുക്കുക. അതിൽ നിന്ന് തന്നെ നമ്മുടെ കുറെ സബ്ജക്ട്സ് കവർ ആയി പോകും. അപ്പൊ അതൊക്കെ ഇതിന്റെ കോച്ചിങ് എന്താന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ദിവസവും പത്രം വായിക്കുക. കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ലാസ്റ്റ് ഒരു 1 ഇയറിനുള്ളിൽ വേഗം തന്നെ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റും. സ്കൂളിൽ നിന്ന് ഗ്രാജുവേഷനിലേക്ക് പോകുന്ന കുട്ടികൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞതോ അല്ലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടും വേണേ പരീക്ഷ എഴുതാം. ചിലപ്പോൾ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കും. അതായത് ടൈം മാനേജ്മെന്റ് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ ടൈം ഇട്ട് എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യണം. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ മെയിൻസ് പരീക്ഷയുടെ സമയത്ത് ചിലപ്പോൾ നമുക്ക് ജോലി കുറച്ചുനാൾ ലീവ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ബിൽഡ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യമാണ്. കൺസിസ്റ്റൻസി ആണ് അവിടെ ഇമ്പോർട്ടന്റ്. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ്. ഇത് കഴിഞ്ഞ് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 12 to 18 months എടുക്കും ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ദിവസവും നമ്മൾ ഈ കേൾക്കുന്ന പോലെ ഞാൻ 18 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ആൾക്കാർ ചിലപ്പം ശരിക്കും പരീക്ഷയുടെ ആ സമയത്ത് പഠിക്കുന്നതായിരിക്കും. അല്ലെ തലേന്ന് ചിലപ്പോൾ പരീക്ഷയുടെ അടുത്ത് നമ്മൾ അത്രയും ഇന്റൻസ് ആയിട്ട് നമ്മൾ പഠിക്കുമായിരിക്കും. അതായത് മെയിൻസ് നാളെ GS1 GS2 എക്സാം എനിക്കുണ്ടെങ്കിൽ ഞാൻ essay കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വന്നാലും ഞാൻ ഇരുന്ന് വായിക്കും. ആ ഒരു ഇന്റൻസിറ്റിയിൽ നമ്മൾ തന്നെ ചെയ്തു, കാരണം പരീക്ഷയാണല്ലോ. ആ ഒരു ഇതായിരിക്കും ആൾക്കാർ പൊതുവെ പറയുക. പക്ഷെ അതായിരിക്കില്ല അവരുടെ ശരിക്കുള്ള ഒരു ഡെയിലി റുട്ടീൻ. ഡെയിലി ഒരു ക്ലിയർ റുട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു നല്ലൊരു 8 hours അല്ലെ 7 hours എത്ര നമ്മൾ ഉറങ്ങാന്നുള്ള സമയം മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മുടെ ദിവസം ഡിവൈഡ് ചെയ്ത് ടാർഗറ്റ്സ് തീർത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ആ രീതിയിൽ നമുക്ക് ഫുൾ ടൈം പ്രിപ്പറേഷൻ മാനേജ് ചെയ്ത് വേണമെങ്കിൽ പോകാം. ഇതാണ് അപ്പം എനിക്ക് ജനറലി UPSC പറ്റി പറയാനുള്ളത്. അവസാനം പറയുന്നത്, ഞാൻ ഈ ഇത്രയും കൊല്ലമുള്ള ഒരു എന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഈ സ്റ്റീരിയോ ടൈപ്സിലൊന്നും കാര്യം നമ്മുടെ സ്വന്തം ആറ്റിറ്റ്യൂഡാണ് ഫൈനലി മാറ്റർ ചെയ്യുക. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെ വേറെ എന്തെങ്കിലും കവർ ചെയ്യാനുണ്ടെങ്കിലോ ആ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. മാളവി, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ലൊരു പാർട്ടിസിപ്പേറ്റ്സിന്റെ നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ മാളവിക പറഞ്ഞു നിർത്തിയത് തന്നെ, അതായത് ഇപ്പം ഞാൻ തന്നെ ഫോം വിളിച്ചോ മാളവിയോട് പറഞ്ഞു, ഞാൻ 7 അറ്റംപ്റ്റ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആളാണ്. മാളവിയുടെ 6ാമത്തെ അറ്റംപ്റ്റിലാണ് IAS എന്ന് പറയുന്ന ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് സ്വപ്നം കണ്ടിട്ടാണ്. IRS ഒക്കെ കിട്ടിയെങ്കിൽ വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്തായിരുന്നു. കാരണം ആ ഒരു കാര്യം പോലും വന്നിട്ട് പോലും ഈ ഒരു IASന് വേണ്ടി ഇത്രയും കാലം ലോങ് ആയിട്ട് വന്നു. അപ്പം ഇപ്പൊ നമുക്കറിയാം പ്രിലിംസ് കഴിഞ്ഞാണ്. ഇപ്പം തന്നെ എന്റെ പല സ്റ്റുഡൻസും പ്രിലിംസ് എടുക്കാറാകുമ്പോൾ ടെൻഷൻ ആവുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കായിരുന്നു. അപ്പൊ ഇവരിൽ ഇരിക്കുന്ന പലരും ബിഗിനേഴ്സ് ആണ്. ചിലർ 8ാം ക്ലാസ് തൊട്ട് തുടങ്ങിയവരുണ്ട്, ചിലർ ഡിഗ്രി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒന്നാമത് ഇവർക്ക് മാളവിക പറഞ്ഞു കൊടുക്കുന്നത് ഏതാണ് ഒരു പെർഫെക്റ്റ് ടൈം. ചിലർ ചോദിക്കുന്നത് ഇപ്പൊ ഡിഗ്രി 2nd ഇയർ ആണ്, എപ്പം തൊട്ടാണ് ഇത് ഞാൻ ലേറ്റ് ആയി പോയോ, ഏതാണ് പെർഫെക്റ്റ് ടൈം. പ്ലസ് നമുക്കറിയാം ഇപ്പൊ ഞാനും മാളവിക ഇതിലൂടെ കടന്നുപോയവരാണ്. ഈ 6 അറ്റംപ്റ്റും പ്രസന്റ്ലി ഒക്കെ വരുന്നവര് 2 അറ്റംപ്റ്റിലൊക്കെ നിർത്തി അവർ മാറിപ്പോകും, നടക്കില്ല മാറിപ്പോകും എന്ന് പറയും. അപ്പൊ ഈ 6 വർഷക്കാലം മാളവിക ഇതിൽ 6ാമത്തെ വർഷം ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ചും മദർഹുഡ് ആണ്. കുട്ടീനെ ഒരു സൈഡിൽ പരിപാലിക്കണം, അതേ സമയത്ത് പഠിക്കണം. ഞാൻ ഇന്റർവ്യൂല് വായിച്ചു, മെയിൻസിന് കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഈ 6 അറ്റംപ്റ്റിലുണ്ടായ മാനസിക ബുദ്ധിമുട്ട്, ടൈം മാനേജ്മെന്റ്, ഇല്ലെങ്കിൽ ഏതാണ് ഒരു നല്ല ഒരു സമയം തുടങ്ങി ഇതിനെല്ലാം എങ്ങനെയൊന്ന് മാനേജ് ചെയ്യണമെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ഓക്കെ, ആദ്യം ഏതാണ് നല്ല സമയം എന്ന് പറഞ്ഞാല് അത് ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇവിടെ. നല്ല സമയം നമ്മൾ നല്ല ക്ലാരിറ്റിയോടെ തീരുമാനിക്കുന്നത് ഇത് തന്നെയാണ് നല്ല സമയം എന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക.
ദാറ്റ് ബീങ് സെഡ്, ഇപ്പം നമുക്ക് ടൈം ഉണ്ട്. നമ്മളൊരു സ്കൂളിൽ അല്ലെ ഗ്രാജുവേഷൻ ഉള്ള ആളാണെങ്കിൽ ഐഡിയലി ഒരു ഗ്രാജുവേഷൻ ഒരു ലാസ്റ്റ് ഇയർ അല്ലെ സെക്കൻഡ് അല്ലെ തേർഡ് ഇയർ മുതൽ ആ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമായിരുന്ന ചിലപ്പം എന്റെ ലാസ്റ്റ് ഇയർ ഓഫ് കോളേജിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജിലുള്ളവർക്കാണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞു പോയി ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യാണ്, ഞാൻ കുറെ കൊല്ലമായി, ഇനി എനിക്കൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇതൊന്നും ആരും ചോദിക്കുന്നില്ല, UPSC ഇതൊന്നും നമ്മളോട് ചോദിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലും ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും അത് മാനേജ് ചെയ്ത് പോവാം. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ആസ്പെക്ട് എങ്ങനെയാണ് 6 ഇയേഴ്സ് പിടിച്ചു നിന്നത്. ഓബ്വിയസ്ലി നമ്മൾ 6 ഇയേഴ്സ് എഴുതണം എന്ന് വിചാരിച്ചിട്ടല്ല ഇതിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 കൊല്ലം ഞാൻ എന്റെ സ്വന്തം മിസ്റ്റേക്സ് തന്നെയാണ്. അതായത് എനിക്ക് പ്രിലിംസ് നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റിയില്ല, എനിക്ക് ടെൻഷൻ മാനേജ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു എനിക്ക് ഈ പരീക്ഷയിൽ. കാരണം മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് ഒരുപാട് വരും. നമ്മൾ ഓൾറെഡി ഉണ്ടെങ്കിൽ ഈ പരീക്ഷ കാരണം ചിലപ്പോൾ നമുക്ക് ഐസൊലേഷനിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കമ്പാരിസൺസ് ഒക്കെ മാറും. നമ്മുടെ കൂടെ ഉള്ളവർ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാത്ത നമ്മുടെ പിയേഴ്സ് ഒക്കെ ജീവിതത്തിൽ വളരെ മുമ്പോട്ട് പോയെന്ന് നമുക്ക് തോന്നും, നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന പോലെ തോന്നും. അപ്പൊ മെന്റലി ഭയങ്കര ചാലഞ്ചിങ് ആണ് ഈ എക്സാം. ആ ഒരു ഇത് കടന്നു പോവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം എല്ലാവരും അങ്ങനെയാണ് ഇതിൽ കൂടെ പോകുന്നത്. രണ്ടാമത് നമ്മള് നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരിക, അത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ടെൻഷനൊക്കെ നമുക്കുണ്ടെന്ന് നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. നമ്മൾ തന്നെ തീരുമാനിച്ചതാണ് ഈ പ്രാവശ്യം എഴുതണമെന്ന്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കമ്മിറ്റഡ് ആയിട്ട് എഴുതുക. ആ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് അങ്ങനെയായിരുന്നു തോന്നിയത്. എനിക്ക് വളരെ ടഫും ചാലഞ്ചിങ്ങും ആയിരുന്നു. എന്നാൽ പോലും ഞാൻ അങ്ങനെ ആരോടും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. കാരണം ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് ഇത് എഴുതണോ, ഈ പ്രാവശ്യം എഴുതണോ, ഇത്രയും ചാലഞ്ചിങ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണല്ലോ തീരുമാനിച്ചത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആരോട് പറയാനാണ്, ഞാൻ ജോലി ചെയ്യുക, എന്റെ പണി ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരിക. ആ ഒരു മൈൻഡ്ഫുൾനെസ് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഇതുകൂടാതെ സ്ട്രെസ് റിലീഫ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് സൈഡിൽ കൂടെ വീക്ക്ലി കുറച്ച് ടൈം അതിന് മാറ്റി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇത്രയും ലോങ് ടൈം പ്രിപ്പറേഷനിൽ. എനിക്ക് ഡാൻസിങ് ഇഷ്ടമായിരുന്നു, ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു ഈ ടൈമിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇത് കൂടാതെ ഒരു പ്ലാൻ ബി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ UPSC തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതിന് 6 അറ്റംപ്റ്റ്സ് വരെ പിടിച്ചു നിൽക്കണം, ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല. ഓരോരുത്തർക്കും അവരവരുടെ ശരികളും തെറ്റുകളും ഉണ്ട് ജീവിതത്തിൽ. അപ്പം നമുക്കൊരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഇന്ത്യൻ റവന്യൂ സർവീസ് കയറിയോണ്ടാണ് പിന്നീട് എനിക്ക് എഴുതാനുള്ള ഓക്കെ അതൊരു കയ്യിലുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അതല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അക്കാഡമിക് പെർസ്യൂട്സിനോ ഹയർ സ്റ്റഡീസിനോ വേണ്ടിയിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ കുറച്ച് കുറഞ്ഞിരിക്കും, നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള അൺസർട്ടനിറ്റീസ്. പിന്നെ ആൾക്കാർക്ക് തോന്നുന്നത് സൊസൈറ്റൽ പ്രഷർസ് ആയിരിക്കും. അയ്യോ, ഞാനൊരു ഗേൾ ആണ്, എന്റെ കല്യാണം കഴിഞ്ഞു, ഇനി എനിക്ക് പറ്റില്ല പരീക്ഷ എഴുതാൻ. ഇങ്ങനെയൊന്നും ഒന്നുമില്ല. ആരും നമ്മളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. നമ്മൾ ഇതൊന്നും അല്ലാത്ത ആൾക്കാരും ഈ പരീക്ഷ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതാണെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു ക്രക്സ്. അതുപോലെ തന്നെ മാളവി ഇപ്പം മീൻസ് ഞാനൊക്കെ എന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന 8-9 ക്ലാസ്സിലൊക്കെ ആ ഡ്രീമിലൊക്കെ തുടങ്ങിയാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലൊക്കെ പറയുമ്പോൾ ഒരു ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ വലിയ പഠിക്കുന്ന ആൾക്കാർക്കില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പഠിപ്പിസ്റ്റുകൾക്കൊക്കെയാണ് സിവിൽ സർവീസ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ മാതാപിതാക്കൾക്ക്, കേരളത്തിലുള്ള പ്രത്യേകിച്ചുള്ള മാതാപിതാക്കൾക്ക് സിവിൽ സർവീസ് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തന്നെ നാട്ടുകളിൽ പറയുമ്പോൾ എന്നെ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. അപ്പൊ പക്ഷെ ഞാനത് മാളവികയുടെ തന്നെ പറയാൻ കാരണം, ഞാൻ ഇമേജ് കണ്ടപ്പോ, ഒരു ഫോട്ടോ കണ്ടപ്പോ മാളവികയുടെ ഇന്റർവ്യൂവിന് അനിയത്തിയും അമ്മയും അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു പിക്ചർ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഈ വെബിനാറിന്റെ അകത്ത് മാതാപിതാക്കളും കുറച്ച് പേരുണ്ട്. അപ്പൊ ഈ മാതാപിതാക്കള് ഈ UPSCക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് അവരെ എങ്ങനെയാണ് സഹായിക്കണം, അല്ലെങ്കിൽ മാളവികയുടെ അനുഭവത്തിൽ നിന്നും എന്താണ് ഇതിന് ഈ മാതാപിതാക്കളോടുള്ള ഒരു മെസ്സേജ് ആയിട്ട് പറയാനുള്ളത്? ഒന്നാമത് നമ്മളുടെ കുട്ടിക്ക് നമുക്ക് ആദ്യം എന്താണ് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് കൊടുക്കുക. എന്താണ് UPSC എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുക. എന്റെ ആഗ്രഹം ഇതായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം ഇതൊരു 30 years സർവീസ് ആണ്. രണ്ടാമത് ഓക്കെ എഴുതണം എന്ന് തീരുമാനിച്ചു, അവർക്കും ഇഷ്ടമാണ് നമുക്കും ഇഷ്ടമാണ്, നമ്മൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ
അവർക്ക് എന്താണ് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. യൂഷ്വലി ആൾക്കാർ പ്രഷറൈസ് ചെയ്യും, അല്ലെ വേറെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യും, അവർക്ക് കിട്ടി എന്റെ ബന്ധത്തിലുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടെങ്കിൽ പറയാം നമ്മുടെ XYZ പേരൻസ് അവര് പ്രിലിംസ് കയറി നീ കയറിയില്ല, അങ്ങനത്തെ ടൈപ്പ് ഒരു കമ്പാരിസൺ വേണ്ട. എല്ലാവർക്കും അവരവരുടേതായ ജേർണി ഉണ്ട് UPSC-യിൽ. നമുക്ക് നമ്മുടെ ആ സമയത്തുള്ള യുക്തിക്ക് അനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നൽകുക. നിങ്ങൾ പഠിച്ചോ, ഇത്ര അറ്റംപ്റ്റ് അല്ലെ രണ്ട് അറ്റംപ്റ്റ് നീ ഒന്നും ആലോചിക്കേണ്ട, നീ പഠിച്ചോ, ഞങ്ങൾ അതിനു വേണ്ടി ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ സപ്പോർട്ടായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം. അതുകൂടാതെ ചില പേരൻസ് ചിലർ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. സോ അതായത് എന്താണ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, കുട്ടികൾക്കും അത് താല്പര്യമുണ്ടെങ്കിൽ നോട്ട്സ് ഒക്കെ എഴുതി കൊടുക്കുന്ന പേരൻസും ഉണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ അവരവരുടെ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ജനറലി എനിക്ക് തോന്നുന്നു പേരൻസ് സ്പേസും അണ്ടർസ്റ്റാൻഡിങ്ങും കൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളായിട്ട് കൂടുതൽ പ്രഷർ ആഡ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്നെ സംബന്ധിച്ചോളം ഈ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതില്ല, എന്റെ അച്ഛനും അമ്മയും നീ എല്ലാം ചെയ്തു, നീ പരീക്ഷ എഴുതുന്ന മാത്രം ആലോചിച്ചാൽ മതി, കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നാണായിട്ട് പറഞ്ഞത് കൊണ്ടാണ്, എന്റെ അനിയത്തി ഇവരെല്ലാം ഫുള്ള് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ആ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ബാക്കി കാര്യം ഞാൻ ചെയ്തോളും എന്ന് അവരങ്ങ് വിചാരിച്ചു. അപ്പം അതുപോലത്തെ ഒരു കോൺഫിഡൻസ് നമ്മുടെ പേരൻസ് നമ്മളെ കാണിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര് നമ്മളെ കാണിക്കുന്നത് ഭയങ്കര വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നീ എഴുതിക്കോളും അതെനിക്കറിയാം, പക്ഷെ ഇത്തരം കാര്യം ഞാൻ ചെയ്തു തരാം, ആ ഒരു രീതിയിലത്തേക്ക് സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇപ്പം രണ്ടു മൂന്ന് പേര് എനിക്ക് ഇതിൽ മെസ്സേജ് ആയിട്ടൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അറിയാം, മാളവിക പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 3 ഘട്ടത്തിലാണ്. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഒരു വിദ്യാർത്ഥി, അതായത് രണ്ടു മൂന്ന് പേര് ചോദിച്ചതാണ്, കോച്ചിങ് ഇതിന് എടുക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഈ 3 ഘട്ടങ്ങളിലായിട്ടുള്ള ടെസ്റ്റ് സീരീസുകളുടെ ഇമ്പോർട്ടൻസ് അതെങ്ങനെയാണ് മാളവിക ഇവർക്ക് പറയുന്നത്? കോച്ചിങ് ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, നിർബന്ധമൊന്നുമില്ല. എടുത്തില്ലെങ്കിൽ കിട്ടില്ല എന്നൊന്നും ഉറപ്പായിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ആ കോവിഡ് സമയത്തിന് ശേഷം എല്ലാ റിസോഴ്സസും ഇപ്പൊ ഓൺലൈൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഡൽഹിയിൽ തന്നെ പോയി പഠിച്ചാലേ പറ്റുള്ളൂ, അല്ലെ തിരുവനന്തപുരത്തോട്ട് നിന്ന് പഠിക്കണം, ഇങ്ങനത്തെ ഒരുവിധ നിർബന്ധനങ്ങളും ഇല്ല. എനിക്ക് തോന്നുന്നു 2022-ലാന്ന് തോന്നുന്നു 6th റാങ്ക് കിട്ടിയ ഗഹന, ആ കുട്ടി ഒരു കോച്ചിങ്ങും എടുത്തിട്ടില്ല, സ്വന്തമായിട്ട് പഠിക്കുകയായിരുന്നു ഗ്രാജുവേഷന്റെ കൂടെ. കാരണം എല്ലാ റിസോഴ്സസും ഓൺലൈൻ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് നോക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഒരു നല്ല മെന്റർ അല്ലെ ഒരു ഗൈഡൻസ് കിട്ടിയാൽ നല്ലതായിരിക്കും എന്ത് ചെയ്യണം എന്നുള്ള ആ ആസ്പെക്ടില്. അത് മാത്രമല്ല നമ്മുടെ സ്വന്തം റിസർച്ച് ചെയ്തും അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോച്ചിങ് വേണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ കോച്ചിങ് എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. കോച്ചിങ് വേണമെങ്കിൽ കോച്ചിങ് എടുക്കാം. ആ രീതിയിൽ കുറെ നോട്ട്സ് നമുക്ക് കുറച്ച് എഫേർട്ട് നമുക്ക് സേവ് ചെയ്യാം. പക്ഷെ മിക്കവാറും ആ കോച്ചിങ് ക്ലാസ്സസിന്റെ അപ്പുറത്തേക്ക് എല്ലാവരുടെയും ആ സെൽഫ് സ്റ്റഡിയിലാണ് ആ റിസൾട്ട്സ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ക്ലാസ് ഇരുന്ന് കേട്ടിട്ട് നേരെ പോയി എഴുതി പരീക്ഷയൊന്നും എഴുതാൻ പാസ്സാവാനും ഒന്നും പറ്റില്ല. പിന്നെ ടെസ്റ്റ് സീരീസ് എന്നുള്ളത് ഒരു എന്താണ് ഒരു സ്ട്രക്ചർ എന്നുള്ളതേ ഉള്ളൂ. അതും ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്തു, പക്ഷെ ഞാൻ അതിൽ 10 ടെസ്റ്റ് എഴുതിയില്ല, അപ്പൊ പക്ഷെ ടെസ്റ്റ് സീരീസിന് ഞാൻ ജോയിൻ ചെയ്ത് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് ഇനഫ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ പഴയ ഒരു UPSC-യുടെ GS3-യുടെ പേപ്പർ എടുത്ത് ഞാൻ 3 hours എഴുതി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഗുഡ് ഇനഫ് ആണ്. വേറൊരു ടെസ്റ്റ് സീരീസ് ഞാൻ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ആ രീതിയിൽ പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടന്റ്. ആ സ്കിൽസ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ടെസ്റ്റ് സീരീസിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ അത് ആസ് സച്ച് വലിയൊരു ഫാക്ടർ അല്ല. അതുപോലെ തന്നെ മാളവിക ഇപ്പം എന്റെ പല സ്റ്റുഡൻസ് ഇപ്പോഴത്തെ ഹൊറൈസണിൽ തന്നെയുള്ള കുട്ടികളിൽ പല മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു അവര് പെട്ടെന്ന് വിളിച്ച് എന്നോട് ഒരു പരാതി പറയുന്നതാണ്. അവര് പലരും സ്റ്റേറ്റ് മീഡിയത്തിൽ പഠിക്കുന്നതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ആദ്യം എല്ലാവരും പറയുന്നതാണ് NCERT. പക്ഷെ ഇപ്പോഴും NCERT പല അപ്ഡേഷൻ ഒക്കെ വന്നെങ്കിലും ഈ NCERT എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്? NCERT ഞാൻ പേഴ്സണലി എല്ലാ NCERTസും വായിച്ചിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള NCERTസ് ഞാൻ വായിച്ചിട്ടുള്ളൂ. ഉദാഹരണത്തിന് ജോഗ്രഫി എനിക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു NCERT ആയിട്ടാണ് തോന്നിയത്. NCERT ബേസിക്കലി ഒരു ബേസ് ആണ്. അതായത് നമ്മൾ ആ സബ്ജക്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ, കാരണം ചിലപ്പോൾ നമ്മൾ 11ഉം 12ഉം കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് വിട്ടിട്ടുണ്ടാവും. അപ്പൊ 11ഉം 12ലെ ആ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അതിന്റെ അപ്പുറത്തേക്ക് NCERTസ് വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്റ്റേറ്റ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് NCERTസ് നമ്മൾ വായിച്ചിട്ടില്ല, അത് വായിച്ചവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല.
ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് മോർ ഇമ്പോർട്ടന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. NCERTs ഒരു ലാഡർ ആണ്, ഒരു ചെറിയൊരു ഒരു ഒരു ഇത് ആണ്. മാത്രമല്ല അതിലെ ചില ടോപ്പിക്സ് ചിലപ്പം നമ്മൾ UPSC കണ്ടിട്ടുണ്ടാവും, അത് NCERT ഉണ്ടായതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ നമ്മൾ റെട്രോസ്പെക്റ്റിലൊക്കെ പറയുന്നതായിരിക്കും. അത് ഓക്കെ, പക്ഷെ ഒരു ബേസിന് വേണ്ടി NCERTs റെഫർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. NCERT പഠിച്ചില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരു ഡിസഡ്വാൻറ്റേജിൽ ഒരിക്കലും അല്ല, അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മാളവിക ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പത്രം റീഡിങ് അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് 360 ഡിഗ്രീനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞാൽ അവർക്ക് GK ജനറൽ നോളജ് ഓർത്ത് വെക്കുന്നില്ല, കറണ്ട് അഫയേഴ്സ് എങ്ങനെ വായിക്കണം എന്ന് അറിയില്ല. അപ്പം ഓൾറെഡി ഇപ്പം മാളവിക തന്നെ പറഞ്ഞു ഈ കമ്പേർഷൻ അല്ലെങ്കിൽ അക്കാഡമികളുടെ ഒന്നും ഇത് വായിക്കാതെ പത്രം വായിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പത്രം വായനയുടെ ഒരു ഇമ്പോർട്ടൻസ്, ഏത് പത്രം ഓൾറെഡി പറഞ്ഞു ഹിന്ദു ആണ്, അപ്പൊ അതില് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ? പത്രം വായിക്കാന് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പം ഒരുപാട് ടൈം എടുക്കുമായിരിക്കും. ഒന്നാമത് നമ്മൾ ചിലപ്പം ഈ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ഇതുപോലത്തെ ഇതിന്റെ ലാംഗ്വേജുമായിട്ട് നമ്മൾ യൂസ്ഡ് ആയിരിക്കത്തില്ല. അവർ എന്ത് രീതിയിലാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടാകും. പക്ഷെ അപ്പൊ നിരാശപ്പെടാതിരിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലായി വരും. രണ്ടാമത് ഈ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പല കോച്ചിങ് സൈറ്റ്സും ഡെയിലി ന്യൂസ് അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. ഇതാണ് ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ്. അപ്പൊ അത് വെച്ചിട്ട് വേണം നമുക്കൊരു റെഫറൻസ് ഉണ്ടാക്കാം. ആദ്യം തുടങ്ങുമ്പം, അതായത് ഞാൻ ഇന്ന് വായിച്ചപ്പം ഇതൊക്കെയാണോ എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയത്, അത് അങ്ങനെയാകാം. പിന്നെ സിലബസ് നല്ല തറവായിട്ട് അറിയുക. അതായത് ഞാൻ പരീക്ഷയുടെ മുന്നേ ഒക്കെ എല്ലാ അറ്റംപ്റ്റിനും മുന്നേ സിലബസ് ഞാൻ 1-2 പ്രാവശ്യം വെറുതെ ഞാൻ സ്വന്തമായിട്ട് കൈ വെച്ചിരുന്ന് എഴുതുമായിരുന്നു. അപ്പൊ സിലബസിലെ ഓരോ വേർഡും നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. അതും നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടോണ്ടിരിക്കണം എപ്പോഴും. അപ്പം നമുക്ക് UPSC എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നമ്മുടെ തലയിൽ ഒരു ഐഡിയ വരും, ഒരു മോഡൽ ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ പത്രം വായന നമ്മുടെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചില ന്യൂസ് കണ്ടാൽ നമുക്കറിയാം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഇതിന് ഒരു റെലവൻസ് ഇല്ല, പരീക്ഷയിൽ എനിക്ക് യാതൊരു റെലവൻസും ഇല്ല, അപ്പൊ ഞാൻ അത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോക്കൽ സംഭവമായിരിക്കും, അതിന് നമുക്ക് ആക്ച്വലി ഒരു എക്സാം രീതിയിൽ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഈ രീതിയിൽ വേണം നമ്മൾ അത് പഠിക്കാനായിട്ട്. അതേസമയം ഒരു ഇമ്പോർട്ടന്റ് ബില്ലിന്റെ ഒരു അനാലിസിസ് വന്നു, അതിലെ ഒരു കീ പോയിന്റ്സ് മാത്രം എടുക്കുക. ആ ഒരു ആർട്ടിക്കിൾ ഭയങ്കരമായിട്ട് ഇരുന്ന് ഡൈസെക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്ന് ഒരുപാട് ടൈം കളയുന്ന കുറെ ആർട്ടിക്കിൾസ് വരുന്ന പരിപാടിയും കണ്ടന്റ് ജനറേഷൻ ബിസിനസ്സും ഉണ്ടാവും സൈഡിൽ കൂടെ. പക്ഷെ അതല്ലാതെ ആക്ച്വലി പരീക്ഷയിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ചിലപ്പോൾ 1-2 പോയിന്റ്സ് എഴുതാനുണ്ടാവുള്ളൂ. ആ പോയിന്റ്സ് മാത്രം പിക്ക് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുക. ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാളവി ഇപ്പൊ നമുക്കറിയാം പല കുട്ടികളും, ചെറിയ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കുന്നില്ല, ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ലാംഗ്വേജിൽ അത്ര സ്ട്രോങ് അല്ല, മലയാളം മീഡിയം എടുത്താൽ ഇതിലുണ്ടോ, അതോ മലയാളം ആയതുകൊണ്ട് അത് എഴുതുന്ന കാരണം പരീക്ഷയിൽ തോറ്റു പോവോ, അതൊരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെ. അപ്പം ഈ മലയാളം ചൂസ് ചെയ്ത് ഈ സിവിൽ സർവീസിലേക്ക് കടക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? മലയാളം മീഡിയത്തിലും പരീക്ഷ എഴുതാം. മാത്രമല്ല നമുക്ക് ഇന്റർവ്യൂ വേണേൽ മലയാളത്തിൽ സംസാരിക്കാൻ അവരൊരു ട്രാൻസ്ലേറ്ററിനെ പ്രൊവൈഡ് ചെയ്യും. അതൊരു ബാരിയർ അല്ല. UPSC സ്ട്രക്ചറലി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി മലയാളത്തിൽ പ്രിപ്പയർ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ വരുന്ന ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ടന്റ് എല്ലാം കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ നമ്മുടെ മലയാളത്തിലുള്ള നമ്മുടെ കോമ്പീറ്റൻസ് അനുസരിച്ച് നമ്മൾ അത് മലയാളത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ആ ഒരു പാർട്ട് ചിലപ്പോൾ ചാലഞ്ചിങ് ആയിരിക്കും. എല്ലാ സാധനവും ചിലപ്പം നമ്മൾ മലയാളത്തിൽ കിട്ടിയെന്ന് വരില്ല. അതായിരിക്കണം അതിലെ ഉള്ളി ചാലഞ്ച്. നമുക്കത് മനസ്സിലാക്കി നമ്മൾ മലയാളത്തിൽ സ്ട്രോങ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ മലയാളത്തിൽ എഴുതാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സാധനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കടമ്പയും കടന്നു പോകാം. എനിക്ക് തോന്നുന്നു ഒരു ലിപിൻ രാജ് എന്ന് പറയുന്ന ഒരു സാറിന്റെ ഒരു ബുക്ക് ഉണ്ട് മലയാളം മീഡിയത്തിൽ എഴുതിയതിനെ പറ്റി. അതിനകത്ത് ചിലപ്പം കുറച്ചുകൂടെ ഇൻഫർമേഷൻ കാണും. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ ഒരു ലിമിറ്റഡ് ഐഡിയ ഇതാണ്. അതുപോലെ തന്നെ മാളവിക നമുക്കറിയാം ഇപ്പം 2014 CSAT എന്ന് പറയുന്ന പേപ്പർ 2 ആഡ് ചെയ്തത്. പക്ഷെ ഈ 2020 കോവിഡിന്റെ വർഷം തൊട്ടാണ് CSAT, അതായത് സിലബസിൽ തന്നെ 10th ലെവല് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ അവസാനത്തെ അറ്റംപ്റ്റിലെ CSAT ആണ്. എനിക്കൊന്ന് ക്യാറ്റിന് ഒക്കെ മീൻസ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ കണ്ടാണ് ക്യാറ്റിൽ ആ ഒരു പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ചോദിക്കുന്ന മാത്സ്. അതുപോലെ തന്നെ എന്റെ 2-3 ഫ്രണ്ട്സ് ഇന്റർവ്യൂ വരെ പോയിട്ടുള്ളവർ വരെ CSAT, ഞാനും CSAT ആണ് എല്ലാത്തിനും തോക്കണത്. അപ്പൊ ഈ CSATന്റെ ഈ ഒരു ഇമ്പോർട്ടൻസ് ഈ വർഷമാണെങ്കിലും CSAT അത്ര വലിയ ടഫ് ആയില്ലെങ്കിലും കണക്കുകളുടെ ഒക്കെ ഒരു രീതി ഒരു നല്ലൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇനീഷ്യലി ഇപ്പൊ അന്ന് മാളവിക പറഞ്ഞ പോലെ തന്നെ അവസാനത്തെ ഒരു 2 മാസമൊക്കെയാണ് CSAT പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു CSATന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും ഇനിയും വരും കാലഘട്ടത്തിൽ? ഏതായാലും ഇത് ഒരുപോലെ നോർമൽ ഒരു രീതി ആയിരിക്കില്ല. അപ്പൊ എങ്ങനെ ആയിരിക്കണം ഇവര് ഇപ്പോൾ തന്നെ ഒരു ഇതിന് പിക്ക് ചെയ്യേണ്ടത്?
നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് കുറച്ച് ട്രെൻഡ് കാണുന്ന അനുസരിച്ച് ഈ പറഞ്ഞ പോലെ സിസാറ്റ് കുറച്ച് ടഫായിട്ട് വരുന്നുണ്ട്. പണ്ട് അതൊരു ഈസി ആയിരുന്നു, ഈസി ആയിട്ട് നമുക്ക് ആർക്കും പാസ്സാവും. എനിക്ക് തോന്നുന്നു UPSC അത് അത്ര ലൈറ്റ് ആയിട്ട് എടുക്കണ്ട, അതൊരു ബാലൻസിലേക്ക് എത്തുന്ന ഒരു ടൈപ്പ് അവസ്ഥയാണ് ഇപ്പോൾ തോന്നുന്നു. കാരണം ഈ 24-ലെ പേപ്പർ വളരെ ടഫ് അല്ല, 22-ലെ ഒരു പേപ്പറുമായിട്ട് കമ്പാരബിൾ ആയിരുന്നു. പക്ഷെ 23-ലെ ഭയങ്കര ടഫായിരുന്നു. ആ സമയം കുറച്ച് അപ്രോർ ഉണ്ടായി, ആൾക്കാര് എന്താണ് കാറ്റിലൊക്കെ കൊണ്ട് കൊടുത്തതിന്റെ ഇത് കുറയ്ക്കണം, സീലിംഗ് കുറയ്ക്കണം. ആ ഒരു ഇഷ്യൂ കാരണം എനിക്ക് തോന്നുന്നു 24-ൽ അവർ വീണ്ടും അതൊരു ഇച്ചിരി മിഡ് ലെയറിലേക്ക് ആ ഒരു ലെവലിലായിരിക്കണം അറ്റ്ലീസ്റ്റ് പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഇനി മുമ്പോട്ട് പോകുന്ന ആ രീതിയിൽ വരത്തില്ലായിരിക്കും. കാരണം എന്റെ ഒരു ഇൻഡ്യൂഷൻ ആണ്, അറിയില്ല. UPSC ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ പ്രിപ്പറേഷൻ സീനിൽ ആൾക്കാർ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതില്ല എന്ന്. അതുകൊണ്ട് ഈ ചില പൊതുവായിട്ട് CSAT ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കണം അവർ അതിലും കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഇനി മുമ്പോട്ട് പോകുമ്പോ എന്താ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച്. ഇപ്പൊ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ മാത്സ് ഗ്രാജുവേഷൻ വരെയൊക്കെ പഠിച്ചു. അപ്പം എനിക്ക് ഇതുവരെയുള്ള എല്ലാ അറ്റംപ്റ്റിലും ഞാൻ ലാസ്റ്റ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്തു നോക്കും. ഓക്കെ, എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല എന്നുള്ളതില്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ പ്ലേസ്മെന്റിനും അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈ ട്രിക്സും ടിപ്സും ഒക്കെ പഠിക്കും. അതായത് എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് വെക്കും. അപ്പൊ കാറ്റിന് നമ്മൾ അത് പഠി ഞാൻ കാറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് കോളേജ് വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ ഈ കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കും. ആ കുറെ ടിപ്സ് ഉണ്ട്. ആ സാധനം ഇല്ലെങ്കിൽ അത്ര സ്പീഡിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമ്മൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ടൈം ദിവസം ഒരു ആഴ്ചയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്താൽ ആ ഒരു റേഷ്യോ, പെർസെന്റേജ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ഈസിലി നമ്മൾ നെറ്റിൽ അവൈലബിൾ ആണ്. ഈ ടൈപ്പ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാംസിന് ചോദിക്കുന്നതാണ്. അത് നമ്മൾ പഠിച്ചു വെക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഡിഫറൻസ് മേക്ക് ചെയ്യും ആ ക്വാണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്. പിന്നെ റീഡിങ് കോംപ്രിഹെൻഷനിൽ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ അതും നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് വരാം. ഈ രീതിയിൽ ആ 66 കടന്നു പോവാമെന്നാണ് വിചാരിക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ യുവർ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇത് എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോ ആ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം നമുക്കത് പാസ്സാവാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി നേരത്തെ തന്നെ തയ്യാറാക്കുക. അതുപോലെ തന്നെ മാളവിക, അവസാനമായിട്ട് നമുക്കറിയാം ഇതൊരു ലക്കുണ്ട്, ഒരു ഫാക്ടർ ഉണ്ട്, നമ്മുടെ ഹാർഡ് വർക്ക് കൂടെ കൂടിയാണ്. ഇപ്പം ഞാൻ മാളവിക 6 അറ്റംപ്റ്റ് വരെ പോയാണ്. പക്ഷെ അതല്ല ഇനി വരും കാലത്ത് ചിലപ്പോൾ ചിലര് അനേകം തവണ അല്ലെങ്കിൽ 1 അറ്റംപ്റ്റ് 2 അറ്റംപ്റ്റ് ഒക്കെ വരുമ്പോൾ പരാജയപ്പെട്ട് ചിലപ്പോൾ ഇത് ഉപേക്ഷിക്കാൻ തന്നെ തോന്നുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഇതിലേക്ക് കടന്നു വരുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും ബിഗിനേഴ്സ് ആണ്. അപ്പോൾ ഒരു എൻഡ് ഓഫ് ദ ഡിസ്കഷൻ, ഈ ബിഗിനേഴ്സ് ഇതിനെ UPSCയുടെ ഈ ഒരു 3 ഘട്ടങ്ങളിലായിട്ട് നടത്തുന്ന ഇതിനെ എങ്ങനെ ഒരു ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞ് നമുക്കിതൊന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, പത്രം വായിക്കുന്ന ശീലമില്ലെങ്കിൽ ആദ്യം അത് സ്റ്റാർട്ട് ചെയ്യുക, പത്രം വായിച്ചു തുടങ്ങുക. പിന്നെ നമ്മൾ UPSCയുടെ സിലബസുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യുക. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കുക, എന്താണ് ഈ പരീക്ഷ എന്ന് മനസ്സിലാക്കാൻ നോക്കുക. അതാണ് ഇതിലെ ഫസ്റ്റും ലാസ്റ്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാലഞ്ച്. മെയിൻ ആയിട്ട് അതാണ്. കാരണം ഇത് നമ്മൾ പ്രിപ്പറേഷൻ ഫുൾ ടൈം തുടങ്ങി കഴിഞ്ഞാലും കുറച്ച് ടൈം എടുക്കും നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ ടൈം ഇപ്പം നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളിപ്പോ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. അതായത് പേപ്പേഴ്സ് നോക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ടോപ്പേഴ്സ് ഒക്കെ എന്ത് ടൈപ്പ് ആൻസേഴ്സ് ആണ് എഴുതുന്നത്, എന്താണ് ഇതിന്റെ ഒരു ലെവൽ, എന്താണ് പരീക്ഷയിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇന്റർവ്യൂ അവിടെ നിൽക്കട്ടെ, ഇന്റർവ്യൂവിന്റെ പുറകെ എപ്പോഴേ പോകണ്ട. ഒത്തിരി പേർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട്. കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇന്റർവ്യൂവിൽ ഉണ്ടായതുകൊണ്ട് ആ രീതിയിൽ പോകുന്നത്, അതിപ്പോ വിട്ടുതരാം, അത് ആലോചിക്കേണ്ട കാര്യമില്ല തൽക്കാലം. ഈ പ്രിലിമിനറി മെയിൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം നമ്മൾ ഒരു സീരിയസ് ആയിട്ടാണെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ലെവലിലൊക്കെ ഫൈനൽ ഇയർ ഒക്കെ ആയെങ്കിൽ നമ്മൾ നമ്മുടെ ഓപ്ഷണൽ ഏതാന്നൊക്കെ ആലോചിച്ച് തുടങ്ങുക. അപ്പൊ അതിനു വേണ്ടി സിലബസസ് ഒക്കെ കൺസൾട്ട് ചെയ്യുക. നമുക്ക് ആവശ്യം കോച്ചിങ് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. ഒത്തിരി റിസോഴ്സസ് ഓൺലൈൻ അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ബുക്സ് ഏതൊക്കെയാണ് പഠിക്കുക എന്ന് തീരുമാനിക്കുക. ഇതുകൂടാതെ നമ്മുടെ ഒരു പ്ലാൻ എന്താണ്, ഒരു സ്ട്രാറ്റജി എന്താണ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. ഈ ഒരു രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. വളരെ ബേസിക് ബിഗിനർ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. ഈ സമയം ഡൗട്ട്സ് ഒത്തിരി കാണും, എല്ലാവർക്കും ഉണ്ട്. എല്ലാ ഫസ്റ്റ് റാങ്കറിനും എല്ലാവർക്കും ഉള്ള ഡൗട്ട്സ് ആണ് ഇതെല്ലാം. ആ ഒരു ഡൗട്ടിൽ കൂടെ പോയാലേ നമുക്ക് ആ ഫൈനൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പൊ ആ ഫസ്റ്റ് സ്റ്റെപ്പുകൾ, സ്മോൾ സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ
മാളവിക, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇവർക്ക് വേണ്ട എല്ലാ പ്രചോദനവും അവർക്ക് വേണ്ട ടിപ്പും ബുക്കുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിൽ മാളവികയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതുകൂടാതെ എനിക്കറിയാം ലൈഫിലെ ഒരു ഉത്തരവാദിത്വവും മാതൃത്വവും ഒരേ സമയത്താണ് മാളവികനെ തേടി വന്നത്. വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ. ഒരു എല്ലാരും പറയുന്ന പോലെ ഒരു ബിഗിനിങ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു സൈഡിൽ ഉത്തരവാദിത്വം നേടിയെടുത്തു. അതിൽ എനിക്ക് ഏറ്റവും എന്താ പറയാ കൺഗ്രാജുലേഷൻ ചെയ്യാൻ തോന്നിയത് IRS കിട്ടിയപ്പോൾ അവിടെ വേണമെങ്കിൽ ഉപേക്ഷിക്കായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ് സോൺ ആയിരുന്നു. പക്ഷെ മേ ബി കുഞ്ഞിലെ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും IAS എന്ന് പറയുന്നത്. എന്നാൽ അതിൽ കിട്ടിയിട്ട് പല സമയത്ത് മേ ബി ഡിസ്കറേജ് ഒക്കെ വന്നെങ്കിലും 6ാമത്തെ അറ്റംപ്റ്റ് വരെ നിന്ന് IAS നേടിയെടുത്തു. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തിൽ ഉള്ള തീരുമാനങ്ങളെല്ലാം നല്ല ഇതിലേക്ക് എടുക്കട്ടെ. സോ മനോരമ ഹൊറൈസന്റെ പേരിൽ, മനോരമ ഇയർ ബുക്കിന്റെ പേരിൽ മാളവികയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. സോ താങ്ക് യു സോ മച്ച്. Thank you for the opportunity and all the best to all the aspirants. Manorama Horizon, learning made simple.